ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രഹ്മമന്ത്രം എന്ന മാന്ത്രിക നോവലിൻ്റെ ഏറ്റവും ലെങ്ത്തുള്ള ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തോട് കൂടിയിട്ട് ഈ ബ്രഹ്മമന്ത്രം എന്ന നോവൽ ഇവിടെ അവസാനിക്കുക കൂടിയാണ് കേട്ടോ. അപ്പം നാളെ മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പുതിയ ഒരു നോവലായിരിക്കും. മാന്ത്രിക നോവലിനോട് തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. നാളെ മുതൽ നമ്മൾ പുതിയ നോവൽ ചെയ്യുന്നു. അപ്പം നമുക്ക് നോവലിലേക്ക് പോയാലോ. ബ്രഹ്മമന്ത്രം മാന്ത്രിക നോവൽ അധ്യായം 17. 3 പേരെയും വിശദമായി ചോദ്യം ചെയ്തു. തങ്ങൾ ചെല്ലുമ്പോൾ മുറിയിൽ എന്താണ് കണ്ടതെന്ന് മാധുരിയും ജയലക്ഷ്മിയും പറഞ്ഞു. റസാക്കിൻ്റെ കണ്ണുകൾ കുറുകി. അയാളൊന്ന് ചിരിച്ചു. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അയാൾ വിനയപ്രഭയെ നോക്കി. നിങ്ങൾ മരിച്ചുപോയ അനിരുദ്ധനും തമ്മിൽ അത്ര രസത്തിലില്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? ഇല്ല, വിനയപ്രഭ പറഞ്ഞു. അതെന്താ? അത് സത്യമായിരുന്നു. എന്താണ് നിങ്ങൾ പിണങ്ങാൻ കാരണം? അത് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഗുഡ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. തന്നിൽ നിന്ന് അന്ന ഭർത്താവുമായിട്ട് ഇനി ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നിങ്ങൾ അയാളെ കൊല്ലാൻ പല തന്ത്രങ്ങളും ആലോചിച്ച് നോക്കി. ഇല്ല സർ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, വിനയപ്രഭ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാൻ സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി, റസാക്ക് തുടർന്നു. അവസാനം നിങ്ങളൊരു ഉപായം കണ്ടെത്തി. കഴുത്തിലെ ഞരമ്പുകൾ കടിച്ചു കുറച്ച് കൊന്നാലേ യക്ഷിയെ പഴിചാരാം. അതിനായി ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ആ മുറിയിൽ ചെന്നു. ഞരമ്പ് കടിച്ചു മുറിക്കുന്നതിനിടയിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ പ്രാണൻ പോകുന്ന പിടച്ചിലിനിടയിൽ അനിരുദ്ധൻ നിങ്ങളെ തൊഴിച്ചെറിഞ്ഞു. അടിവയറ്റിലോ നെഞ്ചത്തോ തൊഴിയേറ്റ കാരണത്താൽ നിങ്ങൾ ഭിത്തിക്കരികിൽ പോയി ബോധം കെട്ടു വീണു. ഐ എം എ കറക്റ്റ്? നോ, വിനയപ്രഭയുടെ ഒച്ച ഉയർന്നു. ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. റസാക്ക് പിന്നെയും ചിരിച്ചു. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ. പിണങ്ങിയിരുന്ന ഭർത്താവിൻ്റെ അരികിൽ ശാരീരികമായ ആവശ്യത്തിനല്ല നിങ്ങൾ പോയത്, ശരിയല്ലേ? അതെ. പിന്നെന്തിന്? ആ മുറിയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ടു. അതെന്താണെന്ന് അറിയാൻ പോയതാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ തറവാട്ടിൽ നിങ്ങൾ മാത്രമേ ആ ശബ്ദം കേട്ടുള്ളൂ. മറ്റുള്ളവർ കേൾക്കുന്നത് നിങ്ങളുടെ നിലവിളി മാത്രമാണ്. അതെന്താ? അവർ നല്ല ഉറക്കത്തിലായിരിക്കണം. നിങ്ങൾ രാത്രി ഉറങ്ങാതെ കിടക്കുകയായിരുന്നോ? വിനയപ്രഭ ആകെ ധർമ്മസങ്കടത്തിലായി. എങ്ങനെ ഈ സത്യം ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? പോലീസിന് ആവശ്യം ഒരു പ്രതിയെയാണ്. തൻ്റെ പേരിൽ കുറ്റം ചാർത്തിക്കഴിഞ്ഞാൽ അവരുടെ ജോലി തീർന്നല്ലോ. അപ്പോൾ റസാക്ക് പറഞ്ഞു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടട്ടോ. അത് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് വരും നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാൻ. വിനയപ്രഭ എല്ലാം കേട്ടു നിന്നിരുന്ന മാധുരിയും ജയലക്ഷ്മിയും പ്രതിമകൾ പോലെയായി. റസാക്ക് പുറത്തേക്കിറങ്ങി. നരനാരായണൻ റിമാൻഡിൽ കഴിയുകയായിരുന്നു. അവിടെ ജയിലിൽ വെച്ചാണ് അയാൾ മരുമകൻ്റെ ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത്. അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇതുപോലെ ഇനി ബാക്കിയുള്ളവരുടെ മരണം കൂടി കേൾക്കേണ്ടി വരുമെന്ന് അയാൾക്കറിയാമായിരുന്നു. താൻ നിസ്സഹായനാണ്. തൻ്റെ 2ാം ജന്മം ശാപം പിടിച്ചതായിപ്പോയി. മരണം ഏതു നിമിഷവും തന്നെ തേടിയെത്തേക്കുമെന്ന് അയാൾ ഊഹിച്ചു. നരനാരായണൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇനി 4 പേർ. ഗുഹയിലിരുന്ന് ബ്രഹ്മദത്തൻ കണക്ക് കൂട്ടുകയായിരുന്നു. നരനാരായണനും മാധുരിയും അവസാനത്തേക്ക് നിൽക്കട്ടെ. പിന്നെയുള്ളത് വിനയപ്രഭയും ജയലക്ഷ്മിയും. ജയലക്ഷ്മി ഗ്യാമിനിക്ക് കാര്യമായ ഉപദ്രവമൊന്നും ചെയ്തിട്ടുള്ളവരല്ല. തനിക്കാണെങ്കിൽ ഒട്ടുമില്ല. എന്നാലും നരനാരായണൻ്റെ തറവാട്ടിൽ ഒരംഗമായി പോയി അവൾ. അതാണ് അവൾക്ക് ശിക്ഷ കിട്ടാൻ കാരണം. യാമിനി, ബ്രഹ്മദത്തൻ വിളിച്ചു. അന്തരീക്ഷത്തിൽ നിന്നും എവിടെയോ നിന്നും തേനൂറുന്ന പോലെ ഒരു മറുപടി വെച്ച് കേട്ടു. എന്തോ? വാ. നിമിഷങ്ങൾക്കുള്ളിൽ യാമിനി ബ്രഹ്മദത്തൻ്റെ മുന്നിൽ തെളിഞ്ഞു. നിനക്ക് അടുത്ത വേട്ടയ്ക്കുള്ള നേരമായി. അവിടുത്തെ കൽപ്പന പോലെ. ആരെയാണ് ഞാൻ തീർക്കേണ്ടത്? ജയലക്ഷ്മിയെ. യാമിനിയൊന്ന് മൂളി. പിന്നെ അലിഞ്ഞു ചേർന്നതുപോലെ അന്തരീക്ഷത്തിൽ മറഞ്ഞു. നട്ടുച്ച. ജയലക്ഷ്മി വടക്കുപുറത്തെ ചാവടിയിൽ എന്തോ ഓർത്തിരിക്കുകയായിരുന്നു. തൻ്റെ ഭർത്താവ്, മകള് ഒക്കെ പോയി. ആരുമില്ലാതെ താനിനി തൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു നിന്നിട്ട് എന്തിനാണ്? അതുകൊണ്ട് മാത്രമാണ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി
ഇവിടെ തന്നെ തങ്ങുന്നത്. നിന്റെ ആഗ്രഹം ഉടനെ സഫലമാകും. അങ്ങനെ ഒരു ശബ്ദം കാതുകളിൽ വന്നു വീണോ? ജയലക്ഷ്മി ഞെട്ടലോടെ ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. പക്ഷെ നട്ടുച്ചയ്ക്ക് പാലപ്പൂവിൻ്റെ ഗന്ധം അവൾ തിരിച്ചറിഞ്ഞു. അതിനർത്ഥം ഒന്നേയുള്ളൂ, യാമിനി വന്നിരിക്കുന്നു. ജയലക്ഷ്മിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഭർത്താവിൻ്റെയും മകളുടെയും അടുത്തേക്ക് തനിക്കും യാത്രയാകാൻ സമയമായിരിക്കണം. യാമിനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ആരെങ്കിലും ഓടി വരാനോ ഈ ചാവടിയിൽ താനിരിക്കുന്നത് ശരിയല്ല. ജയലക്ഷ്മി എഴുന്നേറ്റ് സാവധാനം തൻ്റെ മുറിയിലേക്ക് നടന്നു. പാലപ്പൂ ഗന്ധം അവളെയും പിന്തുടർന്നു. കട്ടിലിൽ കയറി തൻ്റെ ഭർത്താവിനെയും മകളെയും ഓർത്തുകൊണ്ട് അവൾ നീണ്ടു നിവർന്ന് കിടന്നു. വൈകിട്ട് മുറിയിലേക്ക് കയറി വന്ന മാദ്രി ഉറങ്ങിക്കിടക്കുന്ന മരുമകളെ കണ്ടു. ഉച്ചയുറക്കം ഇനിയും കഴിഞ്ഞില്ല ജയ? ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. മാദ്രി ചോദ്യം ആവർത്തിച്ചു. ഫലം പഴയതു തന്നെ. അവരുടെ നെറ്റി ചുളിഞ്ഞു. ജയലക്ഷ്മിയെ കുലുക്കി വിളിച്ചു. അനക്കമില്ല. മാദ്രി ഒന്നുകൂടി അറിഞ്ഞു. ജയലക്ഷ്മിയുടെ ശരീരം തണുത്ത് മരവിച്ചിരിക്കുന്നു. കഴുത്തിൽ 2 പൊട്ടുകൾ പോലെ മുറിപ്പാടുകൾ. തളർച്ചയോടെ മാദ്രി കട്ടിലിൽ ഇരുന്നു പോയി. അധ്യായം 33. ഒരു ഭാർഗവി നിലയത്തിൽ എന്ന പോലെ കനത്ത നിശബ്ദത ഘനീഭവിച്ച് കിടക്കുകയാണ് ചെറുകുന്നത്ത് തറവാട്ടിൽ. ഒരിക്കൽ പ്രതാപശാലികളായ മാന്ത്രികൾ വാണിരുന്ന ഒരു തറവാടാണ്. ഉമ്മറത്തെ ചാരുകസരയിൽ കാലുകൾ ഉയർത്തി വെച്ച് പനിനീർ തളിച്ച വിഷറി കൊണ്ട് വീശി 4 കൂട്ടി മുറുക്കി ചോപ്പിച്ച് കോളാമ്പിയിലേക്ക് തുപ്പി ഒരു നാട്ടുരാജാവിനെ പോലെ വാണിരുന്ന മാന്ത്രികർ. ഒരു ഗ്രാമം മുഴുവൻ ആരാധനയോടെ ഭയത്തോടെ മാത്രം ആ തറവാടിനെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇന്ന് 4 അണ വിലയുള്ള ഒരു വാക്കുപോലും തറവാടിനെക്കുറിച്ച് ആരും ഉച്ചരിക്കാറില്ല. തറവാടിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് പുച്ഛം നിറയും. തറവാടിൻ്റെ ദുരന്തങ്ങൾ ഓരോന്നും അവർക്ക് സന്തോഷത്തിൻ്റെ പനിനീർ പൂക്കളാണ്. ഒരിക്കൽ ഗ്രാമത്തിലെ കന്യകളുടെ കന്യകത്വം കവർന്നെടുത്തിട്ടുള്ള നരനാരായണൻ എന്ന ഭീകര മാന്ത്രികൻ. എതിർക്കാനുള്ള ത്രാണി അന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല. എതിർത്ത് സംസാരിച്ചാൽ തല കാണില്ല എന്നതായിരുന്നു അന്നത്തെ അവരുടെ അനുഭവം. എന്നാൽ ഇന്നോ? ഓരോ ദിവസവും നേരം പുലരുമ്പോൾ ഗ്രാമീണർക്ക് ആകാംക്ഷയാണ്. ചെറുകുന്നത്ത് തറവാട്ടിലെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് പുതിയതായി അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്? തറവാട്ടിനുള്ളിൽ 2 മനുഷ്യജീവികളുണ്ട്, മാദ്രിയും വിനയപ്രഭയും. പരസ്പരം സംസാരം പോലുമില്ല ഇപ്പോൾ. മൗനത്തിൻ്റെ വാത്മീകത്തിലേക്ക് ഓരോരുത്തരായി തലവലിച്ചിരിക്കുന്നു. ഊണുമില്ല, ഉറക്കവുമില്ല. കാലം കാത്തുവച്ചിരുന്ന ആഗ്നേയാസ്ത്രമായി ആഞ്ഞടിക്കുന്ന യാമിനി. ആ യക്ഷിയുടെ കൊടുങ്കാറ്റ് പോലെയുള്ള പ്രതികാരത്തിന് മുന്നിൽ ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന 2 ജീവിതങ്ങൾ. തളത്തിൽ നടുമുറ്റത്തിന് നേരെ നോക്കി തൂണും ചാരി അങ്ങനെ ഇരിക്കുകയായിരുന്നു മാദ്രി മുത്തശ്ശി. നടുമുറ്റത്ത് നട്ടു വളർത്തിയിരുന്ന തുളസിയിലും മുല്ലയിലുമൊക്കെ ചിലന്തികൾ വലകെട്ടിയിരിക്കുന്നു. നിലത്ത് കരിയിലകളുടെ കൂട്ടം. ഒരു കരിയില പോലുമില്ലാതെ, ഒരു ചിലന്തി വല പോലുമില്ലാതെ സംരക്ഷിച്ചിരുന്ന ചെടികളാണ്. ഇന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ പോലും കഴിയാത്തവർക്ക് ചെടികളെ സംരക്ഷിക്കാൻ എവിടെ സമയം? മാദ്രിയിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉയർന്നു. എല്ലാം ഓർക്കുകയായിരുന്നു അവർ. വാസ്തവത്തിൽ ഇന്നത്തെ ദുരന്തത്തിന് ഈ തറവാട്ടിലെ എല്ലാവരും പങ്കാളികളാണ്. ബ്രഹ്മദത്തിനുണ്ടായിരുന്ന വൈരാഗ്യം, യാമിനിയുടെ കൊലപാതകവും തുടർന്നു തുടങ്ങിയ അനർത്ഥങ്ങളും. നേരം സന്ധ്യയായി തുടങ്ങിയത് പോലും മാദ്രി മുത്തശ്ശി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ചിന്തയിലാണ്ട അങ്ങനെ ഇരിക്കുകയാണ്. തറവാടിൻ്റെ പൂമുഖത്ത് നിലവിളക്ക് തെളിക്കുകയോ തറവാട്ടിൽ ലൈറ്റ് ഇടുകയോ ചെയ്തിട്ടില്ല. തൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക പോലും ചെയ്തില്ല വിനയപ്രഭ. യാമിനി ഏതു നിമിഷവും തൻ്റെ മുന്നിലെത്തുമെന്ന് അവൾക്കറിയാമായിരുന്നു. ചെയ്തു പോയതൊക്കെ ഒരു കുറ്റബോധമായി അവളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മഹാമാന്ത്രികനായ അച്ഛൻ്റെ മകള്, പേരുകേട്ട തറവാട്ടിലെ കുട്ടി. ഇതൊക്കെയാണ് തന്നെ ഇത്തരം സ്വഭാവക്കാരിയാക്കി തീർത്തത്. അടുക്കളയിലേക്ക് പോകാനായി അവൾ ലൈറ്റിട്ടു. വാതുക്കലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് വാതിലടഞ്ഞ് സാക്ഷ വീണു. വിനയപ്രഭ നടുങ്ങിപ്പോയി. വിറപൂണ്ട വിരലുകൾ കൊണ്ട് അവൾ സാക്ഷ്യം നീക്കാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. ആണി അടിച്ചുറപ്പിച്ചതുപോലെ സാക്ഷ തറഞ്ഞിരിക്കുകയാണ്. അവൾ തളർന്നുപോയി. അളിഞ്ഞ മാംസത്തിൻ്റേതുപോലെ ഒരു ഗന്ധം മുറിയിലങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. വിനയപ്രഭ ചുറ്റും പകച്ചു നോക്കി. യാമിനിയുടെ ഒരിടത്തും കണ്ടിട്ടില്ല. പെട്ടെന്ന് അവൾ മറ്റൊരു കാഴ്ച കണ്ട് നടുങ്ങി. ഒരു വിലാപം തൊണ്ടയിൽ കുരുങ്ങി വീണു. 100 കണക്കിന് കരിന്തേളുകൾ
നിമിഷം കൊണ്ട് വീണ്ടും വീണ്ടും അവയുടെ എണ്ണം പെരുകുന്നത് പോലെ ഒറ്റച്ചാട്ടത്തിന് അവൾ കട്ടിലിൽ കയറി. തേളുകൾ കട്ടിലിന് ചുറ്റും കൂടുകയാണ്. വെള്ളം ഉയർന്നു വരുന്നത് പോലെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒന്നിനു മീതെ ഒന്നായി ഉയരുകയാണ് തേളുകൾ. ഇപ്പോൾ ലക്ഷണങ്ങൾ കാണും അവറ്റകൾ. ഏത് നിമിഷവും അവ കട്ടിലിൻ്റെ നിരപ്പിലെത്തുക തന്നെ ഉപദ്രവിക്കുകയും ചെയ്യും. താൻ തന്നെയാണ് അവയുടെ ലക്ഷ്യമെന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്ങനെ രക്ഷപ്പെടും? കട്ടിലിൽ തേളുകൾ കയറി വന്നാൽ പിന്നെ തനിക്ക് ആശ്രയം മേശ മാത്രമാണ്. അതിലും അവ കടന്നു വന്നാലോ? പെട്ടെന്ന് കാലിൽ ചൂടനുഭവപ്പെട്ടപ്പോൾ അവൾ താൻ നിൽക്കുന്ന മെത്തയിലേക്ക് നോക്കി. ഈശ്വര, മെത്തയിൽ 100 കണക്കിന് സുഷിരങ്ങൾ. അവയ്ക്കുള്ളിൽ മിന്നാമിനുങ്ങളെ പോലെ ചെറിയ തീക്കനുകൾ. ഉമികണക്കെ മെത്ത നീറുകയായിരുന്നു. സുഷിരങ്ങളിലൂടെ പുക ഉയരുന്നു. അനുനിമിഷം കാൽവെള്ളയ്ക്ക് ചൂടേറുകയാണ്. ഇപ്പോൾ പൊള്ളുമെന്ന അവസ്ഥ. വിനയപ്രഭ കാലുകൾ മാറ്റി മാറ്റി ചവിട്ടി. പക്ഷെ രക്ഷയില്ല. അവൾ കട്ടിലിൽ നിന്നും മേശപ്പുറത്തേക്ക് ചാടി. തേളുകളപ്പോൾ മേശയ്ക്ക് നേരെ തിരിഞ്ഞു. തീ കത്താതെ നീറി അമരുകയാണ് മെത്ത. മുറിയിൽ പഞ്ഞി കരിയുന്നതിൻ്റെ ഗന്ധവും പുകയും നിറഞ്ഞു തുടങ്ങി. വിനയപ്രഭ ചുമച്ചു. കാൽവെള്ളയിൽ സൂചി കൊള്ളുന്നത് പോലെ ഒരനുഭവം. അവൾ മേശപ്പുറത്തേക്ക് നോക്കി. കിളിർത്തു വരുന്നത് പോലെ മേശയുടെ പലകയിൽ നിന്നും അസംഖ്യം ആണികൾ ഉയർന്നു വരുന്നു. അതവളുടെ കാൽവെള്ളയിൽ തുളച്ചു തുടങ്ങി. കാല് വലിച്ചപ്പോൾ ചോര ചീറ്റി. ഇനി നിൽക്കാനാവില്ല. അവൾ കട്ടിലേക്കും അവിടെ നിന്നും തറയിലേക്കും ചാടി. അടുത്ത നിമിഷം അവളുടെ ശരീരത്തിലേക്ക് ആയിരക്കണക്കിന് തേളുകൾ വിഷം കുത്തിയിറക്കി. അമ്മേ! സർവശക്തിയും സമാഹരിച്ച് ഒറ്റ അലർച്ചയായിരുന്നു. പക്ഷെ അതോടെ 2 വലിയ തേളുകൾ അവളുടെ വായിലേക്കും കയറി. തളത്തിലെ തൂണും ചാരി പരിസരബോധം പോലുമില്ലാതെ ഇരിക്കുകയായിരുന്ന മാതൃമുത്തശ്ശി ആ അലർച്ച കണ്ട് ചാടി എഴുന്നേറ്റു. മകളല്ലാതെ മറ്റാരും അവിടെ ഇല്ലല്ലോ. ലൈറ്റ് തെളിച്ചിട്ട് മുത്തശ്ശി മകളുടെ മുറിയിലേക്ക് ഓടി. അടഞ്ഞു കിടന്നിരുന്ന വാതിലിൽ ആഞ്ഞാഞ്ഞ് തട്ടി വിളിച്ച്, മോളെ, വാതിൽ തുറക്ക്. മറുപടി കിട്ടിയില്ല. പകരം അകത്തു നിന്നും ചില പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ മാത്രം കേട്ടു. മാതൃമുത്തശ്ശി വീണ്ടും വിളിച്ചെങ്കിലും വിനയപ്രഭയിൽ നിന്നും ഒരു മറുപടിയും കിട്ടിയില്ല. അവളുടെ ശരീരത്തിലെ ഓരോ ഇഞ്ചിലും തേള് കുത്തുകയായിരുന്നു. വായിൽ കയറിയ തേളുകൾ അവിടെയും കുത്തി. തുടകളിലും അടിവയറ്റിലുമൊക്കെ വിഷമിറക്കി. വിനയപ്രഭയുടെ ശരീരം അവ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. ചുട്ടുപഴുത്ത സൂചികൾ തുളഞ്ഞു കയറുന്ന അവസ്ഥ. ആ ക്ഷണം അവൾക്ക് മുന്നിൽ 2 കണ്ണുകൾ കണ്ടു. തീക്കണ്ണുകൾ. തൻ്റെ നിറഞ്ഞ കണ്ണുകൾക്കിടയിലൂടെ വിനയപ്രഭ അത് കണ്ടു. തീക്കണ്ണുകൾക്ക് പിന്നിൽ ഒരു മുഖം കൂടി തെളിഞ്ഞു. യാമിനിയുടെ മുഖം. പിന്നെ ശരീരം മുഴുവനായി തെളിഞ്ഞു. തേളുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഒരു തേൾ പോലും അവളെ കുത്തുകയോ ശരീരത്തിൽ സ്പർശിക്കുകയോ ചെയ്തില്ല. വിനയപ്രഭ, യാമിനി വിളിച്ചു. ഈ തേളുകൾ ഓരോന്നും നീ ചെയ്ത പാവങ്ങളാണ്. എത്രമാത്രം പാവങ്ങൾ നീ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് നിനക്ക് തിട്ടപ്പെടുത്താൻ കഴിയുമോ? തൻ്റെ പ്രാണന് വേണ്ടിയാണ് യാമിനിയോടൊന്ന് യാചിക്കണമെന്നുണ്ടായിരുന്നു വിനയപ്രഭയ്ക്ക്. പക്ഷെ വായിൽ തേളുകളാണ്. അവയുടെ കുത്തേറ്റ് നാവും ചുണ്ടുകളുമെല്ലാം മരവിച്ച് നീരിവെച്ച് തുടങ്ങിയിരുന്നു. നിനക്ക് ഞാൻ തരുന്ന ചെറിയൊരു ശിക്ഷ മാത്രമേ ആകുന്നുള്ളൂ. ഇതെങ്കിലും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ ഇത് മാത്രം മതിയാവും നിനക്ക്. ഏതു നിമിഷം തറയിൽ വീഴുമെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് വിനയപ്രഭ. മുറിക്ക് പുറത്ത് വാതിലിൽ ആഞ്ഞാഞ്ഞ് തട്ടുകയായിരുന്ന മാധുരിയും കേട്ടു മുറിക്കുള്ളിലെ സംസാരം. അത് യാമിനിയുടേതാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. മകൾ അപകടത്തിലായിരുന്നു. ഇനി അവളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലെന്ന് മാധുരിക്ക് ഉറപ്പായി. സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ ആ സ്ത്രീ തിരിച്ചു നടക്കാൻ ഭാവിക്കുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, അങ്ങനങ്ങ് പോയാലോ മുത്തശ്ശി? മാധുരി തിരിഞ്ഞു നോക്കി. മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. അകത്തെ കാഴ്ച ഒന്നേ നോക്കിയുള്ളൂ മാധുരി. ആ നെഞ്ച് പിളരുന്ന ഒരലർച്ചയോടെ അവർ അവിടെ തന്നെ വീണു. വിനയപ്രഭേ, യാമിനി വീണ്ടും അവൾക്കു നേരെ തിരിഞ്ഞു. നിന്റെ രക്തം ഊറ്റി കുടിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ അത് വേണ്ടെന്ന് കരുതി. കാരണം ഒരു യക്ഷിയായ എനിക്ക് പോലും നിന്റെ ചോര നുകരുന്നത് നാണക്കേടാവും. അത്രയ്ക്കും വൃത്തികെട്ട ജന്തുവാണ് നീ. മറ്റുള്ളവരെയൊക്കെ കാൽ കീഴിൽ ഞെരിച്ചമർത്തി കാമവറി പൂണ്ട് ഉടുതുണി അഴിച്ചെറിഞ്ഞ് നൃത്തം ചവിട്ടിയിരുന്നപ്പോൾ നീ ഇത്തരം ഒരു അന്ത്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോടി?
നിന്നിലേക്ക് പുരുഷന്മാരെ ആകർഷിച്ചിരുന്ന അവയവങ്ങളെല്ലാം ഇപ്പോൾ തേളുകൾ കുത്തിക്കീറി അലറിച്ചിരിക്കാൻ തുടങ്ങി യാമിനി. അനുനിമിഷം ആ ചിരിക്ക് മൂർച്ചയും ഒച്ചയും കൂടി. പ്രകൃതി മുടിയഴിച്ചാടി. ദിഗന്ധം പിളരുന്ന മിന്നലുകൾ, മേഘഗർജനങ്ങളും നായ്ക്കളുടെ ദയനീയമായ മോങ്ങലും. മുന്നിൽ കാണുന്നതെന്തും തൂത്തെറിയാനുള്ള ശക്തിയോടെ കാറ്റ് ചീറിയടിച്ചു. യാമിനിയുടെ ചിരിയിൽ ചെറുകുന്നത്തെ തറവാട് വിറകൊണ്ടു. അതിൻ്റെ ഓടുകൾ ബിസ്ക്കറ്റ് കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. യാമിനിയുടെ ഓരോ മുടിയിഴകളും ഓരോ സർപ്പങ്ങളായി. അവൾ വളരാൻ തുടങ്ങി. വിനയപ്രഭയുടെ മുറിയുടെ ഭാഗത്തെ മേൽക്കൂര അടർത്തിയെടുത്ത് അവൾ അകലേക്ക് വലിച്ചെറിഞ്ഞു, ഒരു പൂവെറിയുന്ന ലാഘവത്തോടെ. മാനം മുട്ട ഉയർന്നു നിൽക്കുകയായിരുന്നു യാമിനി. മരിക്കുന്നതിന് തൊട്ടു മുൻപ് മിന്നായം പോലെ വിനയപ്രഭ ആ കാഴ്ച കണ്ടു. അതോടെ ഹൃദയം പിളർന്ന് അവൾ വീണു. യാമിനിയുടെ രൂപം അലിഞ്ഞില്ലാതായി. എസ് ഐ റസാഖും സംഘവും ചെറുകുന്നത്ത് തറവാടിനു മുന്നിൽ ഒരു നിമിഷം പകച്ചു നിന്നു. ആന ചവിട്ടിഞ്ഞെരിച്ച കോഴിക്കോട് പോലെയായിരിക്കുന്നു ചെറുകുന്നത്ത് തറവാട്. മുറ്റത്തിൻ്റെ മൂലയിൽ ഭയന്നു വിളറി ആരോടും ഒരക്ഷരം പോലും സംസാരിക്കാനാവാതെ കുത്തിയിരിക്കുന്ന മാധുരി മുത്തശ്ശി. തറവാട്ടിനുള്ളിലേക്ക് കാൽകുത്താൻ പോലും ആ സ്ത്രീക്ക് ഭയമായിരുന്നു. ആദ്യമായി അവരെ കാണുന്നവർക്ക് തെരുവോരത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു ഭ്രാന്തിയാണെന്നേ തോന്നും. ഏത് നിമിഷവും നിലംപൊത്തിയേക്കാം എന്ന ഭാവത്തിൽ നിൽക്കുന്ന ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് വളരെ കരുതലോടെയാണ് റസാഖും സംഘവും കയറിയത്. തറ മുഴുവൻ ചിതറിക്കിടക്കുന്ന മേച്ചിലോടുകൾ, തല്ലിത്തകർത്തതുപോലെ ഒടിഞ്ഞു നുറുങ്ങിക്കിടക്കുന്ന ഫർണിച്ചറുകൾ, അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്ന പഞ്ഞിത്തുണ്ടുകൾ. അകത്ത മുറിയിൽ തറയിൽ അവർ വിനയപ്രഭയുടെ ശവശരീരം കണ്ടെത്തി. നീലച്ചായം അടിച്ചതുപോലെ റസാഖ് മുകളിലേക്ക് നോക്കി. ആകാശം മാത്രം. യക്ഷിയാണിത് ചെയ്തതെന്ന് അയാളുടെ മനസ്സും പറഞ്ഞു. 100 or 1000 പേർ ശ്രമിച്ചാലും മേൽക്കൂര ഇങ്ങനെ പറിച്ചെറിയാൻ കഴിയില്ല. ഉത്തരങ്ങളും തുലാങ്ങളും ഒടിഞ്ഞു തൂങ്ങിയിരിക്കുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഒരു ക്രെയിൻ ഉപയോഗിച്ച് മേൽക്കൂര ഇളക്കുകയാണെങ്കിലും മൊത്തമായേ ഇളങ്ങുകയുള്ളൂ. യക്ഷിയുടെ കരുത്ത്. അറിയാതെ ഒരു വിറയൽ റസാഖിൻ്റെ കാലുകളിലൂടെ മുകളിലേക്ക് അരിച്ചു കയറി. സബ് ജയിൽ ഗാർഡ് വന്ന് തൻ്റെ മകളുടെ അന്ത്യത്തെക്കുറിച്ച് അറിയിച്ചപ്പോഴും ഒരു ശില പോലെ നിന്ന് കേട്ടതേയുള്ളൂ നരനാരായണൻ. കൈകൾ ഇരുമ്പഴികളിൽ മുറുക്കെ പിടിച്ചിരുന്നെങ്കിലെങ്കിൽ അയാൾ തറയിൽ വീണുപോയനെ. സർവരും നശിക്കുകയാണ്. ബ്രഹ്മദത്തൻ്റെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. തൻ്റെ പതനങ്ങൾക്ക് ഇപ്പോൾ അവൻ മാത്രമാണ് കാരണക്കാരൻ. ആദ്യമായി അവൻ തൻ്റെ തറവാട്ടിൽ വന്ന് മാന്ത്രികം പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നു മുതലുണ്ടായിരുന്ന കാര്യങ്ങൾ ഒരു സിനിമയിൽ എന്ന വണ്ണം അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ്റെ സഹോദരിമാരെ താൻ നശിപ്പിച്ചത്, അമ്മയെയും സഹോദരിമാരെയും ചുട്ടുകരിച്ചത്, പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിച്ചതച്ചത്. സ്വാമിക്ക് മകളുടെ മൃതദേഹം കാണാൻ പോകണമെന്നുണ്ടോ? സഹതടരുകാരൻ തിരക്കി. നരനാരായണൻ മിണ്ടിയില്ല. പകരം അയാളെന്ന് നോക്കിയിട്ട് പിന്നിലെ തണുത്ത ഭിത്തിയിൽ ചാരിയിരുന്നു. അപ്പോൾ അയാളുടെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നിലെ മാന്ത്രികന് ഒന്നുകൂടി ജന്മമെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മറ്റെല്ലാം തനിക്ക് ഓർക്കാൻ കഴിയുന്നു, കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ പോലും. പക്ഷെ ഒരൊറ്റ മന്ത്രം പോലും ഓർമ്മയിലെത്തുന്നില്ല. ഈശ്വര, മന്ത്രശക്തി ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആ ബ്രഹ്മദത്തനെ ഉപ്പേരിക്ക് കായ് മുറിക്കുന്നത് പോലെ ഞാൻ മുറിച്ചേനെ. യക്ഷി, യാമിനി, അവളെ ആവാഹിക്കുക പോലും ചെയ്യാതെ കഷ്ടപ്പെടുത്തിയേനെ. നിസ്സഹായതയോടെ അയാൾ തല ഭിത്തിയിലിടിച്ചു. സ്വാമിയെ, ഭിത്തിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ സ്വാമിയുടെ തല പൊട്ടിപ്പോവേ. സഹതടവുകാരൻ്റെ ചിരി. ആ മുഖം ഇടിച്ചു ചതയ്ക്കാനുള്ള കോപമുണ്ടായി നരനാരായണന്. പക്ഷെ അനങ്ങിയില്ല. 4 പേരെ കൊന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് ഇയാൾ ഈ ജയിലിൽ വന്നതെന്ന് നരനാരായണൻ ഓർത്തു. അങ്ങകലെ മലയിടുക്ക് താഴേക്ക് കുത്തനെ പതിക്കുന്ന ജലത്തിന് പോലും ഒരു തരം ഉന്മാദാവസ്ഥയാണെന്ന് തോന്നി. അതേ അവസ്ഥയിലായിരുന്നു ബ്രഹ്മദത്തനും. അംഗം അവസാനിക്കാറായിരിക്കുന്നു. പക്ഷെ എങ്ങനെ തീർക്കണമെന്ന് മനസ്സിൻ്റെ ഭിത്തിയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അണുവിട പോലും മാറ്റമില്ലാതെ അത് നടക്കണം. അതിനു മുമ്പ് ജയിലിൽ കഴിയുന്ന നരനാരായണനെ ഒന്ന് കാണണം. ആ തീരുമാനത്തോടെ അയാൾ എഴുന്നേറ്റു. എടോ, പുറത്തേക്കൊന്ന് ഇറങ്ങി വാ, തനിക്കൊരു വിസിറ്ററുണ്ട്. ലോക്കപ്പ് വാതിൽ തുറന്നുകൊണ്ട് ഗാർഡ് പറഞ്ഞു. ആർക്കാ? എനിക്കാണോ സാറേ? കൊലക്കേസ് പ്രതി സന്തോഷത്തോടെ എഴുന്നേറ്റു. വക്കീലിനെ കാണാത്തതെന്തെന്ന് ഞാൻ ചിന്തിച്ചതേയുള്ളൂ. നിനക്കല്ലടോ, അങ്ങേർക്ക്. ഗാർഡ് നരനാരായണന് നേരെ വിരൽ ചൂണ്ടി.
ഏ? നരനാരായണിൽ ഒരമ്പരപ്പ്. തന്നെ കാണാൻ ആര് വരാൻ? മാധുരിയോ? അല്ലാതെ തനിക്കിനി ആരുമില്ലല്ലോ. ഒന്ന് എണീറ്റ് വരുന്നുണ്ടെങ്കിൽ വാടോ, എനിക്ക് വേറെ പണിയുണ്ട്. ഗാർഡ് തിടുക്കപ്പെട്ടു. നരനാരായണൻ ഭിത്തിയിൽ കൈകൾ ഊന്നി എഴുന്നേറ്റു. പുറത്തേക്കിറങ്ങി. ഗാർഡ് വീണ്ടും സെല്ല് പൂട്ടി. പൂട്ടിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഓടുകയൊന്നുമില്ല സാറേ. കൊലക്കേസ് പ്രതി ചിരിച്ചു. നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരടാ. ഗാർഡിന് പിന്നാലെ നരനാരായണൻ സന്ദർശന മുറിയുടെ നെറ്റിട്ട ഭാഗത്തെത്തി. പുറംതിരിഞ്ഞു നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് നരനാരായണന് മുഖമായി തിരിഞ്ഞു. ബ്രഹ്മദത്തൻ. എടാ! അയാളെ കണ്ടതും ഒറ്റ അലർച്ചയായിരുന്നു നാരായണൻ. അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കും വിധം ഇരുമ്പു നെറ്റിൽ വിരലുകൾ മുറുക്കി ആഞ്ഞു കുലുക്കാൻ ശ്രമിച്ചു. ബ്രഹ്മദത്തൻ കൗതുകപൂർവ്വം അയാളെ നോക്കി ചിരിച്ചു. തമ്പുരാൻ ഇവിടെ സുഖമാണോ എന്നറിയാൻ വന്നതാണ് അടിയൻ. വാക്കുകളുടെ പരിഹാസം നാരായണൻ തിരിച്ചറിഞ്ഞു. എടാ നായേ, നിന്നെ ഞാൻ ശോഭിച്ചിട്ട് കാര്യമില്ല തമ്പുരാൻ. നിങ്ങൾക്ക് ഞാൻ വിചാരിക്കാതെ എന്നെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. അതുകൂടി അറിയിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് മന്ത്രശക്തി തിരികെ കിട്ടണമെങ്കിൽ ഞാൻ വിചാരിക്കും വരുന്ന രാത്രി കൂടി കഴിയുമ്പോൾ അപ്പോൾ എൻ്റെ പട്ടികയിൽ നിങ്ങൾ മാത്രമേ ബാക്കി കാണൂ. മന്ത്രശക്തിയുള്ള തന്നെ വേണം എനിക്ക് കൊല്ലാൻ. അതിന് ഞാൻ അവസരം തരാം. അതല്ല, തൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് ഞാനാണെങ്കിൽ അങ്ങനെ. എന്തായാലും നമുക്കൊന്ന് പൊരുതാം. ബ്രഹ്മദത്തൻ മറുപടി കാക്കാതെ തിരിഞ്ഞു നടന്നു. ബ്രഹ്മദത്തൻ കണ്ണിൽ നിന്നും മറയുന്നത് വരെ നാരായണൻ നോക്കി നിന്നു. കൈകളപ്പോഴും ഇരുമ്പ് വലയിൽ നിന്നും വിട്ടിരുന്നില്ല. ഏയ്, തിരിച്ചു നടക്ക്! ഗാർഡിൻ്റെ ശബ്ദം. നാരായണൻ ഇരുമ്പ് വലയിൽ നിന്നും പിടിവിട്ടു. കൈവെള്ളയിൽ നനവ്, നോക്കുമ്പോൾ ചോര. ബ്രഹ്മദത്തനെ മുന്നിൽ കണ്ട ആവേശത്തിൽ മുറുകി പിടിച്ചതാണ്. ഇരുമ്പ് വലയിൽ തിരികെ സെല്ലിലെത്തിയപ്പോഴേക്കും നരനാരായണൻ്റെ ചിത്രം വ്യക്തമായിരുന്നു. തൻ്റെ ഓർമ്മയിൽ നിന്നും മാന്ത്രിക വിദ്യകളും മന്ത്രങ്ങളും മറച്ചു വച്ചിരിക്കുന്നത് ബ്രഹ്മദത്തനാണ്. ഏതായാലും ഈ ഒരു രാത്രി കൂടി കാത്തിരുന്നാൽ മതിയല്ലോ. വാക്കുപാലിക്കുന്നവനാണ് ബ്രഹ്മദത്തനെങ്കിൽ തനിക്ക് തൻ്റെ കഴിവുകൾ തിരിച്ചു കിട്ടും. എന്നിട്ട് വേണം. ആരാ സ്വാമിയെ കാണാൻ വന്നത്? തടവുകാരൻ്റെ ചോദ്യം. നരനാരായണൻ അയാളെ തിരിച്ചൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ശത്രു. ശത്രുവോ? എന്താ, നിങ്ങളങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലേ? വാക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ ശത്രു വന്ന് നിങ്ങളെ കണ്ടതോർത്ത് ചോദിച്ചു പോയതാ. ആ, ചില ശത്രുക്കൾ അങ്ങനെ. എതിരാളികളുടെ ഓരോ പതനവും നേരിൽ കാണുന്നത് അവർക്കൊരു ഹര. മാത്രമല്ല, താനാണ് എതിരാളികളെ ഇത്തരം അവസ്ഥയിൽ എത്തിച്ചതെന്ന് മുഖത്ത് നോക്കി വീമ്പിളക്കുന്നതും അവർക്കാരാ. പക്ഷേ തിരിച്ചടിയുടെ ശക്തിയെക്കുറിച്ച് അപ്പോഴൊന്നും അവർ ചിന്തിക്കാറില്ല. നരനാരായണൻ വെറുതെ ഓരോന്ന് പുലമ്പുകയാണെന്ന് സഹതടവുകാരന് അപ്പോൾ തോന്നിയത്. ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ നിന്ന് രക്ഷപ്പെടും. താൻ വരുന്നെങ്കിൽ തന്നെയും കൊണ്ടുപോകും. സ്വാമി എന്ത് ഭ്രാന്തായി പറയുന്നത്? അയാൾ തിരക്കി. റിമാൻഡിൽ കഴിയുന്ന നിങ്ങൾ ജയിലിൽ ചടിയാൽ വേറെയും കേസുകൾ ഉണ്ടാകത്തേ ഉള്ളൂ. ഉണ്ടാകട്ടെ. നരനാരായണൻ പുഞ്ചിരിച്ചു. കേസുകൾ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ പോലീസും കോടതിയും ജയിലും ഒക്കെ എന്തിനാ? സ്വാമിക്ക് ശരിക്കും ഭ്രാന്താണെന്ന് തന്നെ സഹതടവുകാരന് തോന്നി. പിന്നീട് നരനാരായണൻ ഒരുതരം ഉന്മാദാവസ്ഥയിലായിരുന്നു. ഈ രാത്രി കൂടി ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. സന്ധ്യയ്ക്ക് മുൻപേ ബ്രഹ്മദത്തൻ ഗുഹയിൽ തിരിച്ചെത്തി. സന്ധ്യാപൂജയ്ക്ക് വേണ്ട പൂക്കളും കൂടി ശേഖരിച്ചു കൊണ്ടായിരുന്നു വരവ്. വേഷം മാറി ജലപാതത്തിന് കീഴിൽ നിന്ന് ഒന്ന് കുളിച്ചു. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തണുപ്പും കുളിരും അനുഭവപ്പെട്ടു. ഈ ഒരു രാത്രി കൂടി കഴിയുമ്പോൾ താനും നരനാരായണനും മുഖാമുഖം. അതായിരുന്നു അയാളുടെ ചിന്തയിൽ. ആര് ജയിക്കും, ആര് പരാജയപ്പെടും, അതേക്കുറിച്ച് മുൻവിധിയെടുക്കാൻ കഴിയില്ല. ജയിക്കുകയോ മരിക്കുകയോ ചെയ്തോട്ടെ, എന്നാലും വേണ്ടില്ല. ശത്രുവിനോട് ധീരമായി തന്നെ പെരുമാറണം, അല്ലെങ്കിൽ ഭീരുത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് നരനാരായണൻ്റെ താൻ പിടിച്ചു വച്ചിരിക്കുന്ന കഴിവ് തിരിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കുളി കഴിഞ്ഞ് പൂക്കൾ പാകമാക്കിയെടുത്തപ്പോഴേക്കും നേരം സന്ധ്യയോടടുക്കാറായി. ഭരദേവതയെ ധ്യാനിച്ച് ഉപാസനാമൂർത്തികളെയൊക്കെ മന്ത്രം കൊണ്ട് തൃപ്തിപ്പെടുത്തി എല്ലാം കഴിഞ്ഞപ്പോൾ 7:30 നാഴിക ഇരുട്ടിക്കഴിഞ്ഞു. യാമിനിയെ വിളിച്ച് അവൾ മുന്നിലെത്തി. ഒരു നിമിഷം അയാൾ അവളെ നോക്കിയിരുന്നു. എന്താ അങ്ങിങ്ങനെ നോക്കണത്? അയാൾ വശ്യമായി ഒന്ന് ചിരിച്ചു. യാമിനി, ശാന്തതയോടെ അയാൾ പറഞ്ഞു തുടങ്ങി. ഇന്നത്തോടെ നിന്റെ ജോലി തീരും. എന്തിനാണ് നിന്നെ ഞാൻ പുറത്തിറക്കിയത്? ആ ജോലി തീർന്നു കഴിയുമ്പോൾ പഴയതുപോലെ ആയിക്കൊള്ളണമെന്ന് നീ എനിക്ക് വാക്കു തന്നിരുന്നു.
മാധുരിയെ കൊല്ലുന്നതോടെ നിന്റെ ജോലി തീരും. അപ്പോൾ നാരായണൻ? അവൾ ആവേശത്തോടെ ചോദിച്ചു. ആ ആത്മാവ് കുടികൊള്ളുന്ന ശരീരത്തെ നീ കുറച്ചു നാൾ മുമ്പ് തീർത്തതാണ്. മറന്നുപോയോ? ജയകൃഷ്ണൻ്റെ ശരീരം? അവൾ സമ്മതിച്ചു. മാധുരിയെ ഈ രാത്രി നീ ഇല്ലാതാക്കും, നിനക്കിഷ്ടമുള്ള വിധത്തിൽ. നരനാരായണനും ഞാനും കൂടിയാണ് അവസാന അംഗം. അതിനു മുമ്പ് നിന്നെ ഞാൻ സുരക്ഷിതമായി ഒരിടത്ത് കുടിയിരുത്തും. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാന്ത്രികൻ നിന്നെ വല്ലാതെ വേദനിപ്പിക്കും. യാമിനിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയാൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്കിടയ്ക്ക് വീണ് കിട്ടിയ ഈ അവസരങ്ങൾ തീരെ ചെറുതൊന്നുമായിരുന്നില്ലല്ലോ യാമിനി. നിന്നെ നശിപ്പിച്ചവരോട് മുഴുവൻ പകരം വീട്ടാൻ കഴിഞ്ഞില്ലേ? ആ ഒരു സംതൃപ്തിയോടെ നിനക്ക് കിട്ടിയില്ലേ? അല്ലെങ്കിൽ നിന്റെ ആത്മാവ് എന്നും നീറി കഴിയേണ്ടി വരുമായിരുന്നില്ലേ? ഇനി തിരിച്ചു പോകണം. പറ്റില്ലെന്ന് പറയരുതേ യാമിനി. യാമിനിയുടെ കവിളിലെ കണ്ണീരൊപ്പിയിട്ട് ചിരിക്കാൻ ശ്രമിച്ചു. അധ്യായം 35. ഡ്രാക്കുളക്കോട്ടയിലെ ഒരു തകർന്ന ചിത്രം പോലെയായിരുന്നു നിലാവ് പതിച്ചുകൊണ്ടിരിക്കുന്ന ചെറുകുന്നത്ത് തറവാടിന് മുകളിൽ നിന്ന് നോക്കിയാൽ. തകർന്ന ഓടുകളോ പട്ടികകളോ കഴുക്കോലുകളോ ഒന്നും മാറ്റിയിട്ടില്ല. എല്ലാം അങ്ങനെ തന്നെ. നിലാവിൻ്റെ വെളിച്ചമൊഴിച്ചാൽ തറവാട്ടിൽ ഒരിടത്തും ഒരു തരി വെട്ടമില്ല. ആദ്യമായി അവിടെ വരുന്നവർക്ക് വളരെ കാലമായി താമസമില്ലാതെ കിടക്കുന്ന ഒരു തറവാടാണ് അതെന്നേ തോന്നൂ. പക്ഷെ അകത്തെ മുറിയിൽ ഉറക്കം വരാതെ ചുരുണ്ടുകൂടി ഒരു പഴന്തുണിക്കെട്ട് പോലെ കിടക്കുന്നുണ്ടായിരുന്നു മാധുരി മുത്തശ്ശി. 10 ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടതെല്ലാം ഒറ്റ ജന്മത്തിൽ അനുഭവിച്ചു കഴിഞ്ഞെന്ന് അവർക്ക് തോന്നി. രക്തബന്ധത്തിൽപ്പെട്ട ഇത്രയധികം ആളുകളുടെ മരണം കണ്ടെത്താൻ വേറെ ഒരു വ്യക്തിയും ഉണ്ടാവില്ല എന്ന് അവർക്ക് തോന്നി. ഇപ്പോൾ ഉറക്കം നഷ്ടമായിരിക്കുന്നു. ഒന്ന് മയങ്ങാൻ കൂടി കഴിയുന്നില്ല. അകലെ ഏതോ ക്ഷേത്രത്തിൽ നിന്നും ഉച്ചഭാഷിണിയുടെ നേരിയ ശബ്ദം കേൾക്കാമായിരുന്നു. ആഹാരം പാകം ചെയ്യാനോ കഴിക്കാനോ തോന്നാറില്ല. ജീവൻ നിലനിൽക്കാൻ വേണ്ടി അത്യാവശ്യം എന്തെങ്കിലും കഴിച്ചെങ്കിലായി. യാമിനി തന്നെ തേടി വരുമെന്ന് അവർക്കറിയാം. പക്ഷെ വൈകാതിരുന്നെങ്കിൽ എന്ന ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. തന്നെ കഴിയുന്നത്ര വേദനിപ്പിക്കാൻ വേണ്ടിയാവും അവൾ വൈകുന്നതെന്ന് അവർ സംശയിച്ചു. സമയം എത്രയായിട്ടുണ്ടാവും? ഒരു ദീർഘനിശ്വാസത്തോടെ മുത്തശ്ശി ചിന്തിച്ചു. ഒരു നിമിഷം ആ ഒരു കാറ്റ് വീശി. അതിൽ പാലപ്പൂവിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കണ്ണുകളിൽ ഇരുളിലും തിളങ്ങി. പണിപ്പെട്ട് അവർ കിടക്കയിൽ എണീറ്റിരുന്നു. യാമിനി വരുന്നു. ആ വരവ് തന്നെ തേടിയാണ്. പ്രതീക്ഷ തെറ്റിയില്ല. ഇരുളിനെ പിളർന്നുകൊണ്ട് ഒരു മിന്നൽ തറവാട്ടിലേക്ക് പുളഞ്ഞിറങ്ങി. തൊട്ടു പിന്നാലെ വന്ന കനത്ത ഇടിനാദം തറവാടിനെ രണ്ടായി പിളർത്തിയതുപോലെ അവർക്ക് തോന്നി. എന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? കൂർത്ത മുനകളുള്ള ഒരു ദണ്ടുകൊണ്ട് ഹൃദയത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതീതിയാണ് ആ ശബ്ദം കേട്ടപ്പോൾ മുത്തശ്ശിക്കുണ്ടായത്. ഒപ്പം ഇരുളിൽ തീക്കനൽ പോലെയുള്ള കണ്ണുകൾ തെളിഞ്ഞു. പിന്നീട് മുത്തശ്ശി അവളെ മുഴുവനായും കണ്ടു. യാമിനി. പണ്ട് ഈ തറവാട്ടിൽ ബാല്യക്കാരിയായി നിന്നിരുന്നപ്പോഴത്തെ അതേ രൂപം, അതേ വേഷം. ഒരിക്കൽ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് നിങ്ങളിപ്പോഴും പരിതപിക്കുന്നില്ലെന്ന് എനിക്കറിയാം. അന്നും ഇന്നും നിങ്ങൾക്ക് മറ്റുള്ളവരെ പുച്ഛമാണ്. യാമിനിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നിരുന്നു. ഒരു പാമ്പ് ചുറ്റുന്നത് പോലെയായിരുന്നു അവിടെ കിതപ്പ്. ഭൂമിയിൽ ഒരു സ്ത്രീക്കും കഴിയാത്തത്ര ക്രൂരയായി നിങ്ങളെന്നെ കൊന്നിട്ടും അരിശം തീരാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? പോട്ടെ, ഭർത്താവും ആൺമക്കളും ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പോലും നിങ്ങൾ തയ്യാറായില്ല. അറിഞ്ഞുകൊണ്ട് ഒരു പരപുരുഷ ബന്ധം തുടങ്ങിയ നിങ്ങൾക്കും മകൾക്കും പോലും മാപ്പ് നൽകിയ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും മാത്രം ശിക്ഷിച്ചു. നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഈ ഭൂമുഖത്ത് എവിടെയുണ്ടെങ്കിലും അവർക്ക് കൂടിയുള്ള മറുപടിയാണിത്. യാമിനി ഭ്രാന്തമായി ചിരിക്കാൻ തുടങ്ങി. അതിൻ്റെ അലകൾ ആയിരക്കണക്കിന് കഴുകന്മാരെ പോലെ ഗ്രാമത്തിനു മീതെ പറന്നിറങ്ങി. ആളുകൾ ഞെട്ടിയുണർന്നു. ഇരുളിൽ ചുറ്റും പകച്ചു നോക്കി. ആ ശബ്ദം യാമിനിയുടേതാണെന്ന് അവരറിഞ്ഞു. ഏതു നിമിഷവും ആരുടെ അരികിലും അവൾ പ്രത്യക്ഷപ്പെട്ടേക്കാമെന്ന ചിന്തയാൽ അവർ ഭയന്നു. ആ ചിരിയുടെ മുഴക്കം ചെറുക്കാനുള്ള കരുത്തില്ലാതെ മാധുരി കൈകൾ കൊണ്ട് കാതുകൾ പൊത്തി. എന്നിട്ടും കുപ്പിച്ചിലുകൾ പോലെ ചിരിയുടെ ശബ്ദം അവരുടെ കാതുകളിൽ കുത്തിപ്പൊളിഞ്ഞിറങ്ങി. തൻ്റെ കാതുകൾ മുറിഞ്ഞ് ചോരയൊഴുകുമെന്ന് പോലും മാധുരി സംശയിച്ചു. തലച്ചോറിലെ ഓരോ പരമാണുവും പൊട്ടിത്തെറിക്കുന്നത് പോലെ. യാമിനി. കഴിയുന്നത്ര ശബ്ദത്തിൽ അവർ പറഞ്ഞു. കൊല്ലടി നീ എന്നെ. മരിക്കാൻ എനിക്ക് ഭയമില്ലടി. യാമിനി വീണ്ടും ചിരിച്ചു. വേല കയ്യിലിരിക്കട്ടെ തമ്പുരാട്ടി. ദേഷ്യം പിടിച്ചാൽ ഞാൻ എത്രയും വേഗമങ്ങ് കൊന്നു തരുമെന്ന് കരുതിയല്ലേ? മരിക്കേണ്ട സമയത്ത് മാത്രമേ നിങ്ങളെ ഞാൻ കൊല്ലൂ. ഇനി ഈ ഗ്രാമത്തെ ഇങ്ങനെയൊരു തറവാട് വേണ്ട.
അവൾ നാലുപാടും നോക്കി. പെട്ടെന്ന് അവൾ വലുതായി. തറവാടിൻ്റെ മേൽക്കൂരയോളം അവൾ എത്തി. ആ ഭാഗത്തെ മേൽക്കൂര അവൾ തള്ളി മറിച്ചിട്ടു. അവൾ വീണ്ടും വളർന്നു. എന്നിട്ട് തറവാടിൻ്റെ 4 കോണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഒരു നേർരേഖ പോലെ തീജ്വാലകൾ വമിച്ചു. അടുത്ത ക്ഷണം തറവാടിൻ്റെ 4 മൂലയിലും തീ പിടിച്ചു. അനുനിമിഷം ആ തീ അങ്ങ് വലുതാകാൻ തുടങ്ങി. കഴുക്കോലുകളെയും പട്ടികകളെയും തടിഭിത്തികളെയും ആർത്തിയോടെ തീ കാർന്നു തിന്നാൻ തുടങ്ങി. യാമിനിയുടെ രൂപം പിന്നെയും ചെറുതായി. മാധുരി മുത്തശ്ശിക്ക് ഭീതി തോന്നി. തറവാട്ടിൽ തീ പിടിച്ച വിവരം അവർ അറിഞ്ഞിരിക്കുന്നു. തീയിൽ കിടന്ന് ഒരു പുഴുവിനെ പോലെ പുളഞ്ഞു പുളഞ്ഞ് വെന്തു മരിക്കുക. അതിനുള്ള ഇടതരാതെ ഇവൾ തന്നെ അങ്ങ് കൊന്നിരുന്നെങ്കിൽ. ആ മനോഗതം തിരിച്ചറിഞ്ഞതുപോലെ യാമിനി പറഞ്ഞു, ഇല്ല തമ്പുരാട്ടി, നിങ്ങളുടെ എല്ലാ വിഷവും നശിക്കണമെങ്കിൽ, ചെയ്തു കൂട്ടിയതിനെക്കുറിച്ച് പശ്ചാത്താപിക്കണമെങ്കിൽ തനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണിത്. എടി, ആ നേരത്തും കോപത്തോടെ മാതിരി തലയിൽ കൈവച്ച് പ്രാഗി. നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂടി. മറുപടിയായി യാമിനി പൊട്ടിച്ചിരിച്ചു. ഇനി ഞാനെന്ത് മുടിയാൻ? എന്നെ മുടിക്കാവുന്ന അത്രയും നിങ്ങൾ മുടിച്ചില്ലേ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മാധുരിയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മുകളിലേക്കൊന്ന് ഉയർത്തിയ ശേഷം യാമിനി പിടിവിട്ടു. താഴെ വീണ മാധുരിയെ എഴുന്നേൽക്കാൻ കഴിയാതെ വിലപിച്ചു. ചെറുകുന്നത്ത് തറവാട്ടിൽ നിന്നുയർന്ന തീ ആ ഗ്രാമത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്ക ഉയരത്തിലെത്തി. ആ നേരത്തെ യാമിനിയുടെ ചിരികേട്ട് ഭീതി പൂണ്ടിരുന്ന ഗ്രാമീണരിൽ ഒരാൾ ആ തീ കണ്ടു. തറവാടിന് തീ പിടിച്ചതാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഗ്രാമത്തെ അപ്പാടെ തീ വിഴുങ്ങുകയാണെന്നാണ് അയാൾക്ക് തോന്നിയത്. അയ്യോ, തീ അയാൾ വിളിച്ചു കൂവി. അടുത്ത വീട്ടുകാരും അത് കേട്ടു. തീ എവിടെയാണെന്നറിയുവാൻ അവരും പുറത്തേക്ക് ചാടി. ആളുകളുടെ എണ്ണം കൂടി വന്നു. യാമിനിയെക്കുറിച്ച് അപ്പോൾ അവർ ചിന്തിച്ചില്ല. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. തീ കണ്ട ഭാഗത്തേക്ക് അവർ ഓട്ടം തുടങ്ങി. ആ കൂട്ടത്തിൽ നരനാരായണൻ്റെ അവസാനത്തെ ഇരയായ സ്മിതയും അവളുടെ പട്ടാളക്കാരൻ സഹോദരൻ ബാലചന്ദ്രനും മാതാപിതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സംഘം എത്തിച്ചേർന്നത് ചെറുകുന്നത്ത് തറവാടിൻ്റെ പടിപ്പുരയ്ക്ക് മുന്നിലാണ്. ഒരു തീമലയായി കഴിഞ്ഞിരുന്നു അപ്പോൾ തറവാട്. ഇനി ഈ തീ അണയ്ക്കാൻ ഫയർഫോഴ്സുകാർ വിചാരിച്ചാൽ പോലും നടക്കില്ല, ബാലേന്ദ്രൻ പറഞ്ഞു. എന്തിന് തീ അണയ്ക്കണം? ദുഷ്ടത്തരങ്ങളുടെ കോട്ടയായിരുന്നില്ലേ ഈ തറവാട്? കണക്കായിപ്പോയി, ആരോ പറയുന്നത് കേട്ടു. തറവാടിൻ്റെ പൂജാമുറിയിലേക്കും നിലവറയിലേക്കും വരെ തീ പടർന്നിറങ്ങുകയാണ്. അമൂല്യ ഗ്രന്ഥങ്ങൾ കത്തി അമരുകയാണ്. മാധുരിയുടെ മുറിയിൽ ഇതുവരെ തീ എത്തിയിട്ടില്ലെങ്കിലും അസഹ്യമായ ചൂടിൽ അവർ ഉരുകുകയായിരുന്നു. ഇനിയുള്ളത് തനിയെ സംഭവിച്ചോളും തമ്പുരാട്ടി. എൻ്റെ കർമ്മങ്ങളും ഏതാണ്ട് പൂർത്തിയാവുകയാണ്. ഇനിയൊരു ജന്മം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ നല്ലൊരു സ്ത്രീയായിട്ടിരിക്കണമെന്ന് പ്രാർത്ഥിച്ചോളൂ, യാമിനി പറഞ്ഞു. അവളെ നോക്കിക്കൊണ്ട് തറയിൽ കിടന്നതല്ലാതെ മാധുരി മറുപടി പറഞ്ഞില്ല. യാമിനി പുഞ്ചിരിച്ചു, ശാന്തമായ ചിരി. യക്ഷിയായതിനു ശേഷം ഒരുപക്ഷെ അവൾ ഇങ്ങനെയൊന്ന് ചിരിക്കുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കണം. ഞാൻ പോകുന്നു പറഞ്ഞതും അവൾ മറഞ്ഞു. മാധുരി മരണത്തെ ഭീതിയോടെ കാത്തുകിടന്നു. തൻ്റെ മുറിക്കു നേരെയും നാവു നീട്ടി അഗ്നിയെടുക്കുന്നത് അവർ കണ്ടു. ഓടുകൾ പൊട്ടിച്ചിതറുന്നതിൻ്റെ ഒച്ച. ചൂട് കൂടി വരുന്നു. മാധുരിയുടെ മുറിയുടെ 4 തടിച്ചുമരുകളിലേക്കും തീ പരന്നു. മണ്ണെണ്ണ വീണതുപോലെ കത്തിയെരിയുകയാണ്. തീ പിടിച്ച ഒരു ചുമർ അടർന്നു വീണു മുറിക്കുള്ളിലേക്ക്. എൻ്റെ ശ്രീരാമ ഭഗവാനെ! മാധുരി കണ്ണുകൾ ഇറുക്കിയടച്ചു. അപ്പോഴേക്കും അവരുടെ വസ്ത്രത്തിലേക്കും തലമുടിയിലേക്കും തീ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. നിലത്ത് കിടന്ന് അവർ പൊളഞ്ഞു. ചെയ്തു പോയതിനെക്കുറിച്ച് മാധുരി ഓർത്തു. പിടച്ചിലിനടിയിലും ഓർമ്മ മടങ്ങി വന്നു. കിടക്ക് പെരുമീൻ ഉദിക്കാറായി. അങ്ങകലെ ഗുഹയിൽ ബ്രഹ്മദത്തൻ തിടുക്കത്തിൽ ജോലികൾ ചെയ്തു തീർക്കുകയാണ്. കത്തി നിന്നിരുന്ന പന്തങ്ങളും വിളക്കുകളും അവിടെ മാകെ പ്രകാശം വിതറി. വലിയൊരു മന്ത്രവാദത്തിനുള്ള ഒരുക്കങ്ങളാണ് ബ്രഹ്മദത്തൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദിക്കും മുൻപ് യാമിനി തിരികെ എത്തും. ആ നിമിഷം മുതൽ ആവാഹന കർമ്മങ്ങൾ ആരംഭിക്കണം. യാമിനി തൻ്റെ ആജ്ഞാനുവർത്തിയാണെങ്കിലും ആവാഹനം വിധി പോലെ നടത്താവൂ. സ്വമനസാല ഒരു യക്ഷിയും മാന്ത്രികന് കീഴടങ്ങാറില്ലല്ലോ. പക്ഷേ യാമിനി സത്യം ചെയ്തിട്ടുണ്ട്. യക്ഷികൾ വാക്കുതെറ്റിക്കാറില്ല. യാമിനി എത്താറായെന്ന് ബ്രഹ്മദത്തന് ഉറപ്പായി. അതോടെ അയാൾ വിളക്കുകളിലേക്ക് എണ്ണ പകരുകയും കയ്യെത്തുന്ന അകലത്തിൽ പൂജാദ്രവ്യങ്ങൾ അടുപ്പിച്ചു വെക്കുകയും ഹോമകുണ്ഡത്തിലെ വിറകിന് തീ കൊളുത്തുകയും ചെയ്തു. അനന്തരം ആവണിപ്പലകയിൽ പത്മാസനത്തിലിരുന്നു. പാലപ്പൂവിൻ്റെ ഗന്ധം
നാസദ്വാരങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ യാമിനിയുടെ സാന്നിധ്യം ബ്രഹ്മദത്തൻ തിരിച്ചറിഞ്ഞു. യാമിനി! കണ്ണടച്ചിരുന്നു കൊണ്ട് അയാൾ വിളിച്ചു. ഒരു തേങ്ങലായിരുന്നു മറുപടി. നിന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായില്ലേ? നിന്നെ നശിപ്പിച്ചവരെല്ലാം നീ യമപുരിക്ക് അയച്ചില്ലേ? പിന്നെ എന്തിനാണ് കരയുന്നത്? അങ്ങ് പൊറുക്കണം. 2ാം ജന്മത്തിലാണെങ്കിലും അവരിൽ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ബ്രഹ്മദത്തൻ നെറ്റി ചുളിച്ചു. നരനാരായണനെ എനിക്ക് വേണമെന്ന് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ യാമിനി? ഉവ്. പിന്നെയും എന്തിനാണ് അയാളെക്കുറിച്ച് ഓർമ്മിക്കുന്നത്? യാമിനി ശബ്ദിച്ചില്ല. ബ്രഹ്മദത്തൻ തുറന്നു. അതുകൊണ്ട് ഇനി ശങ്കയോ പ്രയാസമോ വേണ്ട. നിന്റെ ഈ യക്ഷിജന്മം അവസാനിക്കുകയാണ്. ഇനിയുള്ള കാലം ഈ ഗുഹയിൽ ദേവിയുടെ ദാസിയായി നീ കഴിയുക. തൻ്റെ ഉപാസനാമൂർത്തിയായ ദേവിയുടെ ദാസിയായി യാമിനിയെ മാറ്റാനായിരുന്നു ബ്രഹ്മദത്തൻ്റെ തീരുമാനം. നദിയിൽ നിന്നെടുത്ത മനോഹരവും മിനുസമുള്ളതുമായ ഒരു കല്ല് ബ്രഹ്മദത്തൻ ഹോമകുണ്ഡത്തിന് മുന്നിൽ വെച്ചു. പിന്നെ അതിൽ പൂക്കളും ചന്ദനവും കുങ്കുമവും മറ്റും പൂജിച്ചർപ്പിച്ചു. യാമിനി! എന്തേ? കിഴക്ക് പെരുമീൻ ഉദിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ ഈ കല്ലിലേക്ക് ആവാഹിക്കുകയാണ്. സന്തോഷത്തോടെ വേണം ഈ ജന്മം ഉപേക്ഷിക്കാൻ. കാരണം ഇനി നിനക്ക് കിട്ടാൻ പോകുന്നത് ദേവിയുടെ അനുഗ്രഹമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഗുഹയിൽ ആരെങ്കിലും കണ്ടെത്തിയാൽ അന്ന് ദേവിയോടൊപ്പം നീയും പൂജിക്കപ്പെടും. ബ്രഹ്മദത്തൻ ആവാഹന മന്ത്രം ജപിച്ചു തുടങ്ങി. പെട്ടെന്ന് യാമിനി യക്ഷിരൂപം പൂണ്ടു. ഹോമകുണ്ഡത്തിന് മുന്നിൽ നിന്നും അവൾ അലറിച്ചിരിക്കാൻ തുടങ്ങി. ബ്രഹ്മദത്തൻ അത് ശ്രദ്ധിച്ചതേയില്ല. മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് അയാൾ തൻ്റെ മന്ത്രജപത്തിൽ മാത്രം ശ്രദ്ധയൂന്നി. അവസാനം അയാൾ കണ്ണു തുറന്ന് നേരത്തെ കൊണ്ടുവച്ച കല്ലിലേക്ക് വിരൽ ചൂണ്ടു. യാമിനി, ഇതിലേക്ക് പ്രവേശിക്കേ. അവൾ നിഷേധഭാവത്തിൽ തലയാട്ടി. യാമിനി, ഇതിലേക്ക് പ്രവേശിക്കാൻ ബ്രഹ്മദത്തൻ വീണ്ടും പറഞ്ഞു. അവൾ നിഷേധഭാവത്തിൽ ഒരിക്കൽ കൂടി തലയാട്ടി. ദേ, കളിയെടുക്കരുത്, സമയം വൈകുന്നു. ബ്രഹ്മദത്തൻ്റെ ഭാവം മാറി. അവളുടെ മുഖം വിളറി. ഞാൻ അയാൾ ചൂരലെടുത്തു. തലല്ലേ? യക്ഷി യാചിച്ചു. ഒപ്പം അവൾ നിന്നിരുന്നിടത്ത് അവളുടെ രൂപത്തിൽ ഒരു പുകയുണ്ടായി. ആ പുക ഒരു നേർരേഖയായി കല്ലിലേക്ക് വന്നു. കല്ലൊന്ന് ചലിച്ചു. നിമിഷത്തിനുള്ളിൽ പുക കല്ലിൽ ജയിച്ചു ചേർന്നു. യാമിനി കല്ലിലേക്ക് ആവാഹിക്കപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മദത്തന് തെല്ല് വിഷമം തോന്നി. പക്ഷെ പെട്ടെന്ന് തന്നെ കർമ്മങ്ങൾ പൂർത്തിയാക്കി. അയാൾ യാമിനിയെ ആവാഹിച്ച കല്ല് തൻ്റെ കുലദേവതയുടെ കാൽക്കൽ വെച്ചു. ബ്രഹ്മദത്തൻ വിളക്കുകൾ അണച്ചു. പുറത്തുപോയി കാലും മുഖവും കഴുകി വന്നു. പിന്നെ വന്ന് ഗുഹയിൽ നീണ്ടു നിവർന്ന് കിടന്നു. നാരായണനുമായുള്ള അവസാന അംഗത്തിനു മുമ്പ് ഒന്നുറങ്ങിയേക്കാം. വിജയപരാജയങ്ങൾ ആർക്കെന്ന് വ്യക്തമാകാതെയുള്ള അംഗം തൻ്റെ കഴിവിനനുസരിച്ച് പോരാടും, അയാൾ ഉറപ്പിച്ചു. അതിനു മുമ്പ് നാരായണൻ ജയിലിൽ നിന്നിറങ്ങണം. വളരെ ആർഭാടത്തോടെ തന്നെ. ബ്രഹ്മദത്തൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു. നേരം പുലർന്നു. ജയിലിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു നാരായണൻ. ബ്രഹ്മദത്തൻ വാക്കുപാലിക്കുന്നവനാണെങ്കിൽ തീർച്ചയായും ഇന്ന് തനിക്ക് തൻ്റെ മാന്ത്രിക ശക്തി മുഴുവൻ തിരിച്ചു കിട്ടും. അയാളൊന്ന് ചിരിച്ചു. ഏയ്, എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? സഹതടവുകാരൻ്റെ ചോദ്യം കേട്ടപ്പോൾ നരനാരായണൻ തിരിഞ്ഞു നോക്കി. എന്താ ചോദിച്ചത്? ചിരിക്കുന്നത് എന്തിനാണെന്ന്. വരാൻ പോകുന്ന മണിക്കൂറുകളെക്കുറിച്ച് ഓർത്ത്. അയാൾ നരനാരായണനെ തുറിച്ചു നോക്കി. ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇന്നലെ ആ സന്യാസി വന്നു പോയതിനു ശേഷം ഇങ്ങേരുടെ സ്വഭാവത്തിലും പല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതാണ്. എടോ, ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ ജയിലിൽ നിന്നും പുറത്തു പോകും, നരനാരായണൻ ഗൗരവത്തിൽ പറഞ്ഞു. സഹതടവുകാരൻ്റെ നെറ്റി ചുളിച്ചു. പിന്നെ ചിരിച്ചു. റിമാൻഡിൻ്റെ കാലാവധി തീരാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതൊക്കെ അവിടെ കിടക്കും. താൻ നോക്കിക്കോ, ഞാനിന്ന് പുറത്തു പോകും. എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. വേണമെങ്കിൽ എൻ്റെ ഒപ്പം തനിക്കും പോരാം. അയാൾ മറുപടി പറയും മുമ്പ് വരാന്തയിലേക്ക് നടന്നു വരുന്ന ഗാർഡിൻ്റെ പാദപതന ശബ്ദം കേട്ടു. ഇരുവരും വാതിൽക്കലേക്ക് നോക്കി. ഗാർഡ് വന്ന് നരനാരായണനോട് പറഞ്ഞു. ദുഃഖകരമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. നാരായണൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇനിയൊരു വാർത്തയ്ക്കും എന്നെ ദുഃഖിക്കാൻ കഴിയില്ല. പറഞ്ഞോളൂ. ഇതെന്തൊരു ജീവി എന്നുള്ള ഭാവം ഗാർഡിൻ്റെ കണ്ണുകളുണ്ടായിരുന്നു.
ഒരു നിമിഷം അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയതിനു ശേഷമാണ് ഗാർഡ് പറഞ്ഞത്, ഈ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളുടെ തറവാടിന് തീപിടിച്ചു. അതണയ്ക്കാൻ നാട്ടുകാർക്ക് കഴിയില്ല. കഴിഞ്ഞാലും അവരത് ചെയ്യില്ല. പട്ടികൾ. നരനാരായണൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. ഗാർഡ് തുറന്നു. നിങ്ങളുടെ ഭാര്യ അപ്പോൾ തറവാട്ടിലുണ്ടായിരുന്നതായി സംശയിക്കുന്നു. സംശയിക്കേണ്ട കാര്യമില്ല, അത് സത്യമാകും. ചുരുക്കി പറഞ്ഞാൽ തറവാടിനൊപ്പം അവളും ഒരു പിടിചാരമായി. അത്രമാത്രം. അത്രയല്ലേ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളൂ? ഇതിൽ എന്നെ വിഷമിപ്പിക്കുന്ന യാതൊരു വാർത്തയില്ലല്ലോ. നരനാരായണൻ്റെ മുഖമടച്ച് ഒരടി കൊടുക്കാനാണ് ഗാർഡിന് തോന്നിയത്. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഗാർഡ് തിരിഞ്ഞു നടന്നു. ഇഷ്ടപ്പെട്ടില്ല. നാരായണൻ പുച്ഛിച്ച് ചിരിച്ചു. സമയം കടന്നു പോവുകയാണ്. നാരായണൻ അസ്വസ്ഥനാവുവാൻ തുടങ്ങി. ബ്രഹ്മദത്തൻ വാക്കുമാറ്റിയോ? തൻ്റെ കണക്കുകൂട്ടലൊക്കെ പിഴയ്ക്കുമോ? പക്ഷെ ആ നേരത്ത് ബ്രഹ്മദത്തൻ ഗുഹയിൽ പത്മാസനത്തിലിരുന്ന് കണ്ണുകൾ പൂട്ടി ഒരു മന്ത്രം ജപിക്കുവാൻ തുടങ്ങിയിരുന്നു. നാരായണന് പഴയ മന്ത്രങ്ങളെല്ലാം ഓർമ്മിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിവ് നൽകുന്ന മന്ത്രം. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വാസ്തവത്തിൽ അയാൾക്ക് പോലും അറിയില്ലായിരുന്നു. അധ്യായം 36. നരനാരായണൻ അസ്വസ്ഥനായി. ബ്രഹ്മദത്തൻ തന്നെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. ഭീരു. അല്ലെങ്കിൽ ഒരു ബലാബലം നോക്കാനാണെങ്കിൽ തനിക്ക് തൻ്റെ ശക്തി തിരിച്ചു തരില്ലായിരുന്നു. സഹതടവുകാരൻ ചന്ദ്രൻ നോട്ടത്തിൽ പോലും പരിഹാസത്തിൻ്റെ ഭാവമില്ലേ എന്നയാൾ സംശയിച്ചു. താങ്കൾ ഇന്നു തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമോ? അയാൾ നാരായണനോട് തിരക്കി. എന്താ, അങ്ങനെ സംഭവിക്കുന്നതിൽ തനിക്ക് വിരോധം വല്ലതുമുണ്ടോ? ദേഷ്യത്തോടെയായിരുന്നു നാരായണൻ്റെ മറുചോദ്യം. ക്ഷമിക്കണം, ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല കേട്ടോ. ഇവിടെ നിന്നും ഒരാൾ രക്ഷപ്പെട്ടു പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടി തന്നെയാണെന്ന് നാരായണൻ തിരിച്ചറിഞ്ഞു. പുറത്തു പോയിട്ടെന്താ ഇനി പരിപാടി? തറവാട് ചാമ്പലായെന്നല്ലേ ഗാർഡ് പറയുന്നത്? അയാൾ ഒന്നമർത്തി മൂളി. അങ്ങനെയൊക്കെ ചെയ്യിച്ചവരുമായ ഒരു ഏറ്റുമുട്ടൽ, അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. നരനാരായണൻ്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അങ്ങനെ പറഞ്ഞ നിമിഷത്തിലാണ് അതുണ്ടായത്. തലച്ചോറിനുള്ളിൽ ഒരു മിന്നൽ പോലെ. അയാളിൽ നിന്നും ആഹ്ലാദം നിറഞ്ഞ ശബ്ദമുയർത്തു. എല്ലാം ഓർക്കാൻ കഴിയുന്ന മന്ത്രങ്ങളും വിധികളും. ബ്രഹ്മദത്തൻ വാക്കുപാലിച്ചിരിക്കുന്നു. നരനാരായണൻ്റെ മനസ്സിൽ ഭരദേവതയുടെ രൂപം തെളിഞ്ഞു. ചെറുകുന്നത്ത് തറവാട്ടിൽ ചാമ്പൽ കൂനയ്ക്കുള്ളിൽ ഇപ്പോഴും യാതൊരു കേടും കൂടാതെ ഭരദേവതയുടെ വിഗ്രഹമുണ്ട്. ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ അയാൾ ചെയ്തത് ഭരദേവതയെ പ്രീണിപ്പിക്കുന്ന മന്ത്രം ജപിക്കുകയായിരുന്നു. ലോക്കപ്പിൻ്റെ മൂലയിൽ പത്മാസനത്തിലിരുന്ന അയാൾ 101 തവണ പ്രീണന മന്ത്രം ജപിച്ചു. ദേവത പ്രീതിപ്പെട്ടെന്ന് അയാൾ അറിയുകയും ചെയ്തു. സഹതടവുകാരൻ ചന്ദ്രൻ അമ്പരപ്പോടെയും അതിലേറെ അത്ഭുതത്തോടെയും നാരായണനെ നോക്കി നിന്നു. നാരായണൻ തൻ്റെ മുന്നിലേക്ക് കൈ ചൂണ്ടുന്നത് കണ്ടപ്പോൾ തന്നോടെന്തോ പറയാൻ ഭാവിക്കുകയാണെന്നാണ് ചന്ദ്രൻ കരുതിയത്. പക്ഷേ അത്ഭുതത്താൽ അയാളുടെ വായ് പിളർന്നുപോയി. നാരായണൻ കൈ ചൂണ്ടിയ ഭാഗത്ത് ഒരു നാക്കില പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അടുത്ത നിമിഷം അതിലൊരു നിലവിളക്ക് ഉണ്ടായി. നിലവിളക്കിൽ 5 തിരികളും എണ്ണയും വന്നു. തിരികൾ തനിയെ കത്തി. ഏതോ സിനിമയിലല്ലാതെ ഇത്തരം ഒരു രംഗം ചന്ദ്രൻ കണ്ടിട്ടില്ല. അറിയാതെ അയാൾ നരനാരായണനെ ഒന്ന് തൊഴുതുപോയി. നരനാരായണൻ കണ്ണുകൾ പൂട്ടി. കുറച്ചു കാലമായി പൂജിക്കാതെ കിടന്നിരുന്ന മൂർത്തികളെയെല്ലാം വരുതിയിൽ കൊണ്ടുവരണം. വളരെ വേഗം അയാൾ ഓരോ മൂർത്തിയെയും പ്രീണിപ്പിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുകയും അവരെ സന്തുഷ്ടരാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ചന്ദ്രൻ ശ്വാസം പോലും കഴിക്കാൻ മറന്നു. എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഇത്രയും കാലം ഉണ്ടായിരുന്ന സങ്കല്പങ്ങളൊക്കെ അയാളിൽ മാറി മാറി വരികയാണ്. ദൈവിക പരിവേഷമുള്ള ഒരാളാണ് നാരായണനെന്ന് ചന്ദ്രന് തോന്നി. സമയം കടന്നുപോയി. നരനാരായണൻ മന്ത്രം അവസാനിപ്പിച്ച് കണ്ണുകൾ തുറന്നു. ആ നിമിഷം മുന്നിലെ നിലവിളക്കും നാക്കിലെയും അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ ഇല്ലാതായി. ചന്ദ്രൻ പെട്ടെന്ന് അയാളെ തൊഴുതു നിന്നു. നാരായണൻ പതിയെ ചിരിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. നീ വരുന്നു എൻ്റെ കൂടെ? ഞാൻ വന്നാൽ പോലീസ് എന്നെ വീണ്ടും പിടിക്കില്ലേ? സന്ദേഹത്തോടെ ചന്ദ്രൻ തിരക്കി. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ ഒന്നും ചെയ്യില്ല. പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു ചന്ദ്രന്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ വിലക്കുന്നത് പോലെ, അപകടമാണെന്ന് ആരോ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ. നരനാരായണൻ അയാളെ നിർബന്ധിച്ചില്ല. ചന്ദ്രൻ പിന്നീടൊന്നും ചോദിച്ചുമില്ല. നരനാരായണൻ എഴുന്നേറ്റു. അപ്പോൾ ചന്ദ്ര, വിടാം. അയാൾ സെല്ലിൻ്റെ അഴിക്കടുത്തെത്തിയതും ഇരുമ്പ് വാതിൽ പതിയെ പിടിമുറുക്കി. വരാന്തയിലൂടെ ഒരു ഗാർഡ് നടന്നു വരുന്നുണ്ടായിരുന്നു. നാരായണൻ ഇരുമ്പ് വാതിൽ പിടിച്ച് കുലുക്കുന്നത് കണ്ട് അയാൾക്ക് ചിരി വന്നു. എന്താടോ, അതിൽ പിഴുതു കളയാൻ നോക്കുകയാണോ? അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ.
നരനാരായണൻ്റെ മുഖം മുറുകി. ഗാർഡിൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താടോ, എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ? അല്ലടോ. പറഞ്ഞതും നരനാരായണൻ ആ ഇരുമ്പഴി ശക്തിയായി കുലുക്കി. 1000 ആനകളുടെ ശക്തിയുണ്ട് അയാൾക്കെന്ന് ഗാർഡിന് ചന്ദ്രനും ഒരു നിമിഷം തോന്നി. ഭിത്തിയിൽ ഉറപ്പിച്ചിരുന്ന ഇരുമ്പുവാതിലിൻ്റെ കൊളുത്തുകളും പൂട്ടുകളുമെല്ലാം ഇളകി പറഞ്ഞു. നനഞ്ഞ തറയിൽ നിന്നും ഒരു ചെടി പിഴുതെടുക്കുന്ന ലാഘവത്തോടെയാണ് അയാളൊരു വാതിൽ പിഴുതെടുത്തത്. ഗാർഡിൻ്റെ തൊണ്ടയിൽ ഒരു ശബ്ദം കുരുങ്ങി വീണു. നരനാരായണൻ വാതിലുമായി വരാന്തയിലേക്ക് ഇറങ്ങി. പിന്നെ അത് വലിച്ചൊരേറ്. മുറ്റത്തിൻ്റെ അങ്ങേ കോണിലേക്കായിരുന്നു അത് ചെന്നു വീണത്. നരനാരായണൻ ഗാർഡിനെ ഒന്ന് ക്രൂരമായി നോക്കി ചിരിച്ചു. ആദ്യത്തെ മരവിപ്പൊന്ന് മാറിയപ്പോൾ ഗാർഡ് പെട്ടെന്ന് വിസിൽ നീട്ടിയടിച്ചു. മറ്റുള്ള ഗാർഡുകളും ജയിൽ സൂപ്രണ്ടുമൊക്കെ ഓടിയെത്തി. അപായ സൈറൻ മുഴങ്ങി. പറിച്ചെടുത്ത വാതിൽ കണ്ട് സകലരും സ്തംഭരായി. ജയിലധികൃതർ നരനാരായണന് ചുറ്റും ഒരു വലയം തീർത്തു. കഴിവേടെ മോനെ, അയാളെ അടിക്കാനായി സൂപ്രണ്ട് മുന്നോട്ട് കുതിച്ചതേയുള്ളൂ. ശക്തമായ ഇലക്ട്രിക് ഷോക്കേറ്റതുപോലെ അയാൾ തെറിച്ചു വീണു. മുറ്റത്തു നിന്നും എഴുന്നേൽക്കാനായില്ല അയാൾക്ക്. ഗാർഡുകൾ സൂപ്രണ്ടിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു. സൂപ്രണ്ട് കോപത്തോടെ അലറി. അവനെ വിടരുത്. തോക്കിൻ്റെ പാത്തി കൊണ്ട് മറ്റും അവർ അയാളെ ഇടിക്കാൻ ശ്രമിച്ചു. പക്ഷെ പാറപ്പുറത്ത് കൈപ്പത്തണ്ട് പോലെ അടിച്ചതുപോലെയായിരുന്നു. തോക്കിൻ്റെ പാത്തി പൊട്ടി അടർന്നതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. നരനാരായണൻ കണ്ണടച്ച് ഒരു മന്ത്രം ജപിച്ചു. തറയിൽ നിന്നും സകല കാക്കിധാരികളും മേൽപോട്ടുയർന്നു. മച്ചിൽ തലയടിച്ച് താഴെ വീണു. ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ മുന്നോട്ട് നടന്നു. തടവുകാരൻ രക്ഷപ്പെടുകയാണ്. അത് പാടില്ല. ജയിൽ സൂപ്രണ്ട് റിവോൾവർ വലിച്ചെടുത്തു. സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഞാൻ നിറയൊഴിക്കും. നരനാരായണൻ അത് ശ്രദ്ധിച്ചില്ല. അയാളുടെ ട്രിഗർ അമർത്തി. ജയിലിനെ നടക്കിക്കൊണ്ട് വെടിയുച്ചകൾ ഉറന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. തോക്കിലെ ബുള്ളറ്റുകൾ എവിടെ പോയി? അന്തരീക്ഷത്തിൽ മഞ്ഞുതുള്ളി പോലെ ആവിയായിപ്പോയോ? സൂപ്രണ്ടിൻ്റെ കണ്ണുകൾ തള്ളി. മറ്റ് തടവുകാർ അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. കമിൻ. വല്ലവിധേനെ മുന്നോട്ടോടുന്നതിനിടയിൽ സൂപ്രണ്ട് മറ്റുള്ളവരെ വിളിച്ചു. തല തിരുമ്മിക്കൊണ്ട് അവർ സൂപ്രണ്ടിന് പിന്നാലെ പോയി. എന്നാൽ ഒരു ഗ്ലാസ് ഭിത്തിയിൽ മുട്ടിയതുപോലെ അവർ നിന്നു. അത്തരം ഒരു കാഴ്ചയായിരുന്നു മുന്നിൽ. നരനാരായണൻ നടത്തം നിർത്തി. അയാൾക്ക് ചുറ്റും പൊടിമണ്ണ് ഉയരാൻ തുടങ്ങി. ഒരു തൂണുപോലെ നിമിഷങ്ങൾക്കുള്ളിൽ ആ മണ്ണ് നരനാരായണൻ്റെ തലയ്ക്ക് മുകളിലെത്തി. ഇപ്പോൾ അയാളില്ല. പകരം പൊടിമണ്ണിൻ്റെ ഒരു തൂണ് മാത്രം. അല്പനേരം കഴിഞ്ഞ് റിവോൾവർ നീട്ടിപ്പിടിച്ചുകൊണ്ട് സൂപ്രണ്ട് ആ മൺതൂണിനടുത്തെത്തി. പക്ഷെ ഒന്ന് തൊട്ടതേയുള്ളൂ. തൂണ് താഴേക്ക് പൊടിഞ്ഞു വീണു. പക്ഷെ അതിനുള്ളിൽ നാരായണൻ ഉണ്ടായിരുന്നില്ല. കത്തി അമർന്ന ചെറുകുന്നത്തെ തറവാട്ടിനു മീതെ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു. ചാരം തൂണുപോലെ മുകളിലേക്ക് വരുന്നു. അപ്പോഴും അണയാതിരുന്ന തീ കനത്ത തടിക്കഷ്ണത്തിൽ തിളങ്ങി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ നേരത്താണ് തറവാടിന് മുന്നിൽ നരനാരായണൻ പ്രത്യക്ഷപ്പെട്ടത്. ജയിലിൽ നിന്നും മറിഞ്ഞ അയാൾ നേരെ ഇവിടെ എത്തുകയായിരുന്നു. ചുവന്നു കലങ്ങിയ കണ്ണുകൾ കൊണ്ട് അയാളെല്ലാം നോക്കിക്കണ്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തറവാടായിരുന്നു തൻ്റെ മുത്തച്ഛന്മാർ പണി കഴിപ്പിച്ചത്. തലമുറകളിലൂടെ കൈമാറി വന്ന അത് അവസാനം തൻ്റെ കയ്യിൽ എത്തിച്ചേർന്നതാണ്. തൻ്റെ കാലത്ത് നാശം സംഭവിച്ചിരിക്കുന്നു. എല്ലാത്തിനും കാരണക്കാരൻ അവനാണ്, ബ്രഹ്മദത്തൻ. കോപതാപങ്ങളാൽ നരനാരായണൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി. തൻ്റെ കഴിവുകൾ തിരിച്ചു കിട്ടിയ നിലയ്ക്ക് ഇനി ഒട്ടും അമാന്തിക്കാതെ അവൻ്റെ അന്ത്യം കാണണം. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. പക്ഷേ എവിടെയായിരിക്കും? അയാൾ കണ്ണുകൾ കൊണ്ട് ചുറ്റും മുഴിഞ്ഞു. വൈകാതെ ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. തറവാടിൻ്റെ തെക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന കൂറ്റൻ കാഞ്ഞിര മരത്തിൻ്റെ തണലിൽ അയാൾ അങ്ങോട്ട് നടന്നു. ഒരുപാട് യക്ഷികളെ ആവാഹിച്ച് കാഞ്ഞിര മരത്തിൽ തറച്ചിട്ടുള്ളവനാണ് താൻ. അവിടെ വെച്ച് തന്നെയാവട്ടെ ഈ കർമ്മങ്ങളും. നരനാരായണൻ അവിടേക്ക് നടന്നു. കാഞ്ഞിരത്തിന് താഴെ മുഴുവൻ കുറ്റിക്കാടുകളും അര അടിയോളം കനത്തിൽ കരിയിലയും. ഇരിക്കാൻ പറ്റിയ സ്ഥാനം കണ്ടെത്തി അയാളൊരു മന്ത്രം ജപിച്ചു. അദൃശ്യരായ മൂർത്തികൾ പെട്ടെന്ന് കുറ്റിക്കാടുകൾ വലിച്ചു പറിച്ചെറിഞ്ഞു. 8 അടി സമുദ്രത്തിലായി കരിയിലകൾ നിമിഷത്തിൽ നീക്കം ചെയ്യപ്പെട്ടു. നരനാരായണൻ അവിടേക്ക് കയറി. കാഞ്ഞിരമൊന്ന് നടുങ്ങിയോ? ആ സമയം ഒന്ന് കുലുക്കം സംഭവിച്ചതുപോലെ. വരാനിരിക്കുന്നത് എന്താണെന്ന് കാഞ്ഞിരത്തിൽ വസിക്കുന്ന യക്ഷികൾ മുൻകൂട്ടി കണ്ടിരിക്കണം. മന്ത്രസിദ്ധിയാൽ ഒരു വലിയ പൂജയ്ക്ക് വേണ്ട സാധന സാമഗ്രികൾ അവിടെ വരുത്തിക്കഴിഞ്ഞിരുന്നു അയാൾ. നാക്കില മുതൽ സിംഹത്തിൻ്റെ നഖം വരെ. നേരം ഒന്ന് കടന്നു പോകാൻ അയാൾ കാത്തിരുന്നു. മുന്നിൽ വച്ചിരുന്ന മഷിവെറ്റിലയിൽ അപ്പോൾ എല്ലാം അതേപടി കാണുകയായിരുന്നു ബ്രഹ്മദത്തനും. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. വിധി നിശ്ചയിക്കപ്പെടാൻ പോവുകയാണ്.
ബ്രഹ്മദത്തൻ ചുണ്ടിൽ ഒരു പുഞ്ചിരി അപ്പോഴും തങ്ങി നിൽപ്പുണ്ടായിരുന്നു. സൂര്യൻ മറഞ്ഞു. മാനത്ത് തങ്ങി നിന്നിരുന്ന വെളിച്ചത്തിൻ്റെ അവസാന കണികയും മാഞ്ഞു. കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിൽ 101 നിലവിളക്കുകളുടെ പ്രകാശം പരന്നൊഴുകി. ചമ്രം പടിഞ്ഞിരിക്കുന്ന നരനാരായണന് മുന്നിൽ ഹോമാഗ്നി തെളിഞ്ഞു. അതിലേക്ക് ചമതയും കറുകപ്പുല്ലും മെള്ളുമൊക്കെ വീണുകൊണ്ടിരുന്നു. ഭരദേവതയെ പൂജിച്ച് മൂർത്തികളെയെല്ലാം സംപ്രീതരാക്കി. ഇനി ബ്രഹ്മദത്തനിലേക്ക്. അയാളിപ്പോൾ എവിടെയാണെന്ന് ബ്രഹ്മരക്ഷസ് നരനാരായണൻ്റെ കാതിൽ ഓതിക്കൊടുത്തു. എങ്കിൽ വേഗം ചെന്ന് അവനെ ജീവനോടെ പിടിച്ചു കൊണ്ടുപോവാ. എനിക്കു തന്നെ അവനെ കൊല്ലണം, അയാൾ കൽപ്പിച്ചു. ബ്രഹ്മരക്ഷസ് യാത്രയായി. തന്നെ തേടി വരുന്ന ആളിനെ ബ്രഹ്മദത്തൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. അയാൾ ഉടനെ തന്നെ കാളിയെ പ്രീണിപ്പിക്കുന്ന മന്ത്രം ജപിച്ചു. ആ ക്ഷണം ഗുഹാമുഖത്ത് ബ്രഹ്മരക്ഷസിൻ്റെ അട്ടഹാസം കേട്ടു. പക്ഷേ രക്ഷസിന് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. തൊട്ടുമുന്നിൽ ഒരു ഭയങ്കര രൂപം, കാളി. കാളിയുടെ കയ്യിലിരുന്ന ശൂലം തീക്കനൽ പോലെ തിളങ്ങി. അതേതു നിമിഷവും തനിക്ക് നേരെ പാഞ്ഞു വരുമെന്ന് ഉറപ്പായ രക്ഷസ് തിരിച്ചു പാഞ്ഞു. നരനാരായണനോട് രക്ഷസ് വിവരം പറഞ്ഞു. അയാൾ വല്ലാതൊന്നും നടുങ്ങി. കാളിയാണ് അവന് കാവലെങ്കിൽ തൻ്റെ മൂർത്തികൾ ഒന്നടക്കം പരാജയപ്പെട്ടത് തന്നെ. എന്താണ് ഒരു പോംവഴി? അയാളുടെ പുരികങ്ങൾ ഒന്ന് ചുളിഞ്ഞു നിവർന്നു. പോംവഴി കണ്ടെത്തിയതിൻ്റെ സൂചനയാണത്. കാളിയെ പ്രസാദിപ്പിക്കാതെ തനിക്ക് ജയിക്കാൻ കഴിയില്ല. പിന്നീട് നരനാരായണൻ്റെ ശ്രമം അതിനുവേണ്ടിയായിരുന്നു. എന്നാൽ എത്ര പ്രകീർത്തിച്ചിട്ടും കാളിയുടെ കനിവ് തന്നിലേക്ക് വരുന്നില്ലെന്ന് നരനാരായണൻ അമ്പരപ്പോടെ തിരിച്ചറിഞ്ഞു. ബ്രഹ്മദത്തൻ കാളിയെ പ്രസാദിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ് അതിന് കാരണം. മാത്രമല്ല, അവന് കാവൽ നിൽക്കാൻ കാളി സമ്മതിച്ചിട്ടുമുണ്ടെങ്കിൽ നരനാരായണൻ വേർക്കാൻ തുടങ്ങി. താനീ ചെയ്തതെല്ലാം വെറുതെയാകുമോ? ബ്രഹ്മദത്തൻ്റെ അന്ത്യം കാണാൻ തനിക്ക് കഴിയില്ലേ? അയാൾ കുടുകുടെ വീർത്തു. തനിക്കെതിരെ നരനാരായണൻ മൂർത്തി അയച്ചതും ആ മൂർത്തി കാളിയെ കണ്ട് മടങ്ങിയതും ബ്രഹ്മദത്തനെ മറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ടൊന്ന് കൊടുക്കാം. അയാൾ കണ്ണുകൾ പൂട്ടി. ചുണ്ടിൽ മന്ത്രങ്ങളുയർന്നു. ഭൂമി നടുക്കും പോലെ ഒരു ശബ്ദം. അത് ഭൂമിക്കടിയിൽ നിന്നും തന്നെയായിരുന്നു. പാതാള ഭൈരവൻ. ഞാൻ എന്ത് ചെയ്യണം? പറയൂ. ഭൈരവൻ്റെ ഭീകര ശബ്ദം. നരനാരായണനെ ശരിക്കൊന്ന് ഭയപ്പെടുത്തണം. ഏറ്റു. നരനാരായണൻ പുതിയൊരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഹോമകുണ്ഡത്തിലേക്ക് കുറച്ച് വിറകുകൾ കൂടി എടുത്തിടുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. താഴെ നിന്നും ആരോ മുകളിലേക്ക് തട്ടിയതുപോലെ ഹോമകുണ്ഡം ചിതറി ഉയർന്നു. നരനാരായണൻ ഞെട്ടി പിന്നോട്ട് മാറിപ്പോയി. അപ്പോൾ ഭൂമിക്കിടിയിൽ നിന്നും ഒരു കൈപ്പത്തി ഉയർന്നു വന്നു. കത്തി പോലെ നീണ്ട നഖങ്ങളുള്ള കൈവിരലുകൾ. നരനാരായണൻ ഭൈരവനെ തിരിച്ചറിഞ്ഞു. അടുത്ത ക്ഷണം ഒരു പിടി കടുകുവാരി മന്ത്രം ചൊല്ലി അയാൾ ആ വിരലുകളിലേക്ക് എറിഞ്ഞു. ഭൈരവൻ്റെ കിടിലം കൊള്ളിക്കുന്ന അലർച്ച. ഉയർന്നു വന്ന കൈ അപ്പോൾ തന്നെ താഴേക്ക് വലിക്കപ്പെടുകയും ചെയ്തു. നാരായണൻ പൊട്ടിച്ചിരിച്ചു. ഇതുകൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാനാവില്ല ബ്രഹ്മദത്ത. അതിന് നീ 1-2 ജന്മങ്ങൾ കൂടി ജനിച്ച് മരിച്ച് തിരിച്ചു വരണം. അങ്ങകല ഗുഹയിലിരുന്ന് ബ്രഹ്മദത്തൻ അത് കേട്ടു. തൻ്റെ മൂർത്തിയെ വേദനിപ്പിച്ചത് അയാൾ അറിഞ്ഞു. ബ്രഹ്മദത്തൻ എഴുന്നേറ്റു. ഇനി നേർക്കുനേർ. അയാൾ ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. കാവൽ നിന്നിരുന്ന കാളിയെ വണങ്ങി നന്ദി അറിയിച്ചു. കാളി മടങ്ങി. കണ്ണുകൾ പൂട്ടി ബ്രഹ്മദത്തൻ ജലപാതത്തിലേക്ക് കുതിച്ചു. നിമിഷത്തിനകം ചെറുകുന്നത്തെ തറവാടിന് അടുത്തുകൂടി ഒഴുകുന്ന അയാൾ കരയ്ക്ക് കയറി നേരെ കാഞ്ഞിരത്തിനടുത്തേക്ക് നടന്നു. നരനാരായണൻ വീണ്ടും ഹോമാഗ്നി ജ്വലിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഹേയ്! അയാൾക്ക് മുന്നിൽ നിന്നും ബ്രഹ്മദത്തൻ വിളിച്ചു. നരനാരായണൻ ഞെട്ടി തലയുയർത്തി. ഞാനിതാ മുന്നിൽ തന്നെ നിൽക്കുന്നു. തൻ്റെ ഇര. നരനാരായണൻ്റെ കണ്ണുകളിൽ വന്യമായൊരു തിളക്കം വന്നു. അയാൾ ചാടി എഴുന്നേറ്റു. നിന്നെ കൊല്ലാൻ എനിക്ക് മന്ത്രശക്തിയുടെ സഹായമൊന്നും വേണ്ടടാ. ഹോമാഗ്നിക്ക് മുകളിലൂടെ മറുവശം ചാടിക്കടന്ന് അയാൾ ബ്രഹ്മദത്തൻ്റെ നേർക്ക് ചെന്നു. പിന്നെ ഒരു സംഘട്ടനമായിരുന്നു. തുല്യശക്തിയുള്ള 2 കാട്ടുമൃഗങ്ങളുടെ പോരാട്ടം. നരനാരായണനും ബ്രഹ്മദത്തനും പരസ്പരം താടിയും മുടിയും വലിച്ചു പറിച്ചു. കെട്ടുപിടഞ്ഞ് നിലത്ത് വീണുരുണ്ടു. അവസാനം ഒറ്റയടിക്ക് നരനാരായണനെ താഴെയിട്ട് ബ്രഹ്മദത്തൻ അയാളുടെ കയ്യിലെ രക്ഷ വലിച്ചു പറിച്ചെടുത്തു. നാരായണ! കോപത്തോടെ ബ്രഹ്മദത്തൻ അലറി. നീ എന്നോടും എൻ്റെ കുടുംബത്തിനോടും ചെയ്തതിനൊക്കെ ഉചിതമായ രീതിയിൽ ഞാൻ പകരം വെട്ടി. പക്ഷെ നിൻ്റെ അന്ത്യം അതെങ്ങനെ വേണമെന്ന് നേരത്തെ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു മാന്ത്രികനും കിട്ടാത്തൊരു അന്ത്യമാണ് ഞാൻ നിനക്ക് വിധിച്ചിരിക്കുന്നത്. കിതപ്പോടെ നിലത്തു നിന്നും എഴുന്നേൽക്കുകയായിരുന്ന നരനാരായണൻ. ശരീരശക്തി കൊണ്ട് തനിക്ക് ബ്രഹ്മദത്തനെ നേരിടാൻ കഴിയില്ലെന്ന്
അയാൾക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. തൻ്റെ മൂർത്തികൾ തന്നെ ശരണം. അപ്പോൾ ബ്രഹ്മദത്തൻ വീണ്ടും പറഞ്ഞു, നീ ആണിയിലാവാഹിച്ച് ഈ കാഞ്ഞിരത്തിൽ തറച്ചിരിക്കുന്ന യക്ഷികൾ അനേകമുണ്ട്. നിന്നെ കൊല്ലാനായി മാത്രം ഞാൻ അവയെ ഒരു വട്ടം പുറത്തിറക്കുന്നു. ബ്രഹ്മദത്ത, അരുത്. ആദ്യമായി നരനാരായണൻ ഭയന്നു വിറച്ചു. നരനാരായണൻ്റെ അപേക്ഷ ബ്രഹ്മദത്തൻ കേട്ടില്ല. അയാൾ മന്ത്രം ചൊല്ലിത്തിറങ്ങി. അയാളെ തടയണമെന്നുണ്ടായിരുന്നു നരനാരായണന്. പക്ഷേ ഒരു മാത്ര. കാഞ്ഞിരം അതിഭയങ്കരമായി ഒന്ന് കുലുങ്ങി. അതിൽ നിന്നും ആണികൾ പുറത്തേക്ക് തെറിച്ചു. ഓരോ ആണിയും ഓരോ യക്ഷിയായി. അസംഖ്യം യക്ഷികൾ. ചെറുകുന്നത്ത് തറവാട്ടിലെ ആദ്യകാല മാന്ത്രികന്മാർ കാഞ്ഞിരത്തിൽ തറച്ചിരുന്ന യക്ഷികൾ വരെ രൂപം കൊണ്ട് പ്രത്യക്ഷരായി. 100 കണക്കിന് കുറുക്കന്മാർ ഒരു ചെറുമൃഗത്തിനു മേൽ ചാടി വീഴുന്നത് പോലെ ആ യക്ഷികൾ നരനാരായണൻ്റെ ശരീരത്തിലേക്ക് കുതിച്ചു വീണു. അയാളുടെ നിലവിളി ഇടയ്ക്ക് വെച്ചങ്ങ് മുറിഞ്ഞു. യക്ഷികൾ അയാളെ കടിച്ചു കീറുകയായിരുന്നു. ക്രൂരമായൊരു സംതൃപ്തിയോടെ ബ്രഹ്മദത്തൻ തിരിഞ്ഞു നടന്നു. യക്ഷികളുടെ എല്ലാം പക ഇതോടെ അവസാനിക്കും. അവ ഇനി വെറും ആത്മാക്കളായി മാറും. അതിനുള്ള കർമ്മങ്ങൾ താൻ പകൽ മുഴുവൻ ചെയ്യുകയായിരുന്നു. യക്ഷികളുടെ ആത്മാക്കൾ ഇനി കാളീദേവിയുടെ ദാസന്മാരായിരിക്കും. ബ്രഹ്മദത്തൻ തിരിഞ്ഞങ്ങനെ നടന്നു, എവിടേക്കെന്നില്ലാതെ. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ബ്രഹ്മമന്ത്രം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒത്തിരി നാളുകളായി 17 എപ്പിസോഡുകളിലായിട്ട് ഒത്തിരിയായിട്ട് എന്നെ കേൾക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒത്തിരി സന്തോഷം, സ്നേഹം ഒക്കെ തോന്നുന്നു. നാളെ മുതൽ നമ്മളൊരു അടിപൊളി നോവൽ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എന്നെ കാണുന്ന കേൾക്കുന്ന ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വോയിസും എൻ്റെ കഥയും ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ എന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൂടെ. അപ്പം എല്ലാവരും മുഴുവനായും കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതൊക്കെ വായിക്കുമ്പോഴും അറിയുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. വീണ്ടും നമ്മൾ പുതിയ കഥയുമായിട്ട് നാളെ മുതൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി. ശുഭരാത്രി.